ഞാൻ ക്ഷീണിച്ചു പോയി അവളെ നോക്കി നോക്കി. ഏത് വൈബ്. വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. നിങ്ങളുടെ ടീമിന്റെ പേര് ഞാൻ പറയാൻ പോവുകയാണ്. ശിവാർച്ചന വൈശാല. ഇവര് വരുന്നത് കണ്ണൂർ ജില്ലയിൽ നിന്നുമാണ്. അപ്പൊ അവരുടെ പവർ എന്താണെന്നുള്ളത് നമ്മൾ പറയേണ്ട കാര്യം ഓൾറെഡി കാണിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് തോന്നിയ കാര്യം എന്താ അറിയോ? രണ്ട് ആൺപിള്ളേര് കൈകൊട്ടി കളിക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാൻ ഇത് ചോദിക്കാൻ വരുന്നത്, നോർമലി നമ്മൾ ഈ കൈകൊട്ടി കളിയിൽ ആൺകുട്ടികൾ ഉണ്ടാവോ? ഇതിനെ പറ്റി നമുക്ക് ടീച്ചറിനോട് ചോദിക്കാം അല്ലെ? ഹായ് ടീച്ചർ. ടീച്ചറിന്റെ പേര്? എന്റെ പേര് വിജിന. വിജിന. ഓക്കെ. നമ്മള് ഡൗട്ട്, ഈ ആൺപിള്ളേർ ആക്ച്വലി കൈകൊട്ടി കളി കളിക്കാറുണ്ടോ? കളിക്കും. ആൺകുട്ടികളും പെൺകുട്ടികളും കൂടി മിക്സ് ആയിട്ട് കളിക്കുന്നതാണ്. ആണല്ലേ? ടീച്ചർ, ഇത് അടുത്ത കാലത്ത് എങ്ങാനും പോപ്പുലർ ആയ ഒരു ഡാൻസ് ആണോ? ഇപ്പം കൂടുതലായിട്ട് ഇത് വന്നുകൊണ്ടിരിക്കുകയാണ്. മണിച്ചേട്ടന്റെ പാട്ടുകൾ മാത്രമാണോ ഉപയോഗിക്കുന്നത്? എല്ലാ ഓണക്കളി അങ്ങനെ പറഞ്ഞിട്ടെല്ലാം മിക്സ് ആയിട്ട് വരുന്നുണ്ട്. ഇവിടെ പെർഫോമൻസ് ഗംഭീരമായിരുന്നു. ശ്വേ ചേച്ചി, അപ്പൊ ഈ കുട്ടികൾ ഏത് പ്രായത്തിലാ വന്നത്? ഇപ്പൊ ഇത് നോക്കൂ, ഇത് പൊടി കുഞ്ഞു മോള് LKG പഠിക്കുമ്പോൾ തൊട്ട് വരാൻ തുടങ്ങിയതാണ്. അവള് അന്നേ ഇങ്ങനെ മറ്റേ കൈകൊട്ടിക്കളി ഇത് ടീമായിട്ട് പോവാൻ തുടങ്ങിയിട്ട് 1 വർഷമേ ആയിരുന്നുള്ളൂ. ഓ, മുന്നേ സിനിമാറ്റിക് അങ്ങനെയായിട്ടാണ് കൂടെ കൊണ്ടുപോകല്. അവളെ പഠിപ്പിക്കാൻ ഈസി ആയിരുന്നോ? എളുപ്പമായിരുന്നു. വേഗം ക്യാച്ച് ചെയ്യുന്ന ടൈപ്പാണ്. ഉറപ്പല്ലേ? നമുക്ക് ഇവളെ പിടിക്കാനാണ് നമ്മൾക്ക് പാട്. ഇവള് സ്റ്റെപ്സ് ഒക്കെ അടിപൊളിയായിട്ട് ചെയ്തു. ലൈനിൽ ഇവിടെ മുമ്പോട്ട് വന്നിട്ട് ബാക്കിലോട്ട് പോകണ ചേച്ചി അത് കാണാൻ. മോളെ, ഞാനത് ഒബ്സർവ് ചെയ്തപ്പോ മനസ്സിലാക്കി എന്താ വെച്ചാല് ഈ പിള്ളേരെല്ലാം കിഡിലും എനർജിയാണ്. ആ എനർജിയുടെ ഒപ്പം ഈ കുഞ്ഞു തുള്ളി വരണമെങ്കിൽ ഈ പറഞ്ഞ പോലെ വലിയ കാലുകളും. പക്ഷെ എനിക്ക് തോന്നുന്നില്ല അവളുടെ എനർജി ഒരാളുടെ അടുത്തുള്ളത്. അവളുടെ ആ ഒരു ഇതില്ലേ? അതെ. എനിക്ക് തോന്നുന്നു ഈ തലയിൽ ഇത്ര ഭാരം എടുത്തിട്ട് അവള് വീഴുവോന്നൊക്കെ. എനിവേസ്, പിള്ളേരുടെ വിശേഷങ്ങളും നിങ്ങളുടെ കൈകൊട്ടി കളിയുടെ ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാം. എന്തായാലും കോമഡി മാസ്റ്റേഴ്സിലേക്ക് നിങ്ങൾ വന്ന സ്ഥിതിക്ക് നിങ്ങൾക്ക് അവിടെ ഇരിക്കാൻ ഒരു സ്ഥലമുണ്ട്. അവിടെ പോയി ഇരിക്കുക, ചിരിക്കുക, ബാറ്ററി ചാർജ് കയറ്റാ. നമുക്ക് എന്തായാലും ആരംഭിക്കാം. ദിസ് ഇസ് ക്യൂട്ടി ദ ബ്യൂട്ടീസ് ഓഫ് പ്രസൻസ് കോമഡി മാസ്റ്റേഴ്സ്, പവർഡ് ബൈ അമൃതവേണി ലൈഫ് കിറ്റ്, കോ പവർഡ് ബൈ രാജകുമാരി ഗ്രൂപ്പ്. എങ്കിൽ നമുക്ക് ആദ്യത്തെ സ്കിറ്റ് കണ്ടാലോ? നിങ്ങൾ റെഡിയാണോ? റെഡി എന്ന് ഒച്ചത്തി പറ. ഒന്നും കൂടെ റെഡി. കൈകൊട്ടി കളിക്കേ റിഹേഴ്സൽ ചെയ്യണമെങ്കിലേ ഈ സ്റ്റെപ്പ് മാത്രം പോരാ. അതാണ് ഞാൻ ഇങ്ങനത്തെ സ്റ്റെപ്പ് മാത്രം പോരാ. ഇങ്ങനെയൊക്കെ സ്റ്റെപ്പ് ഇട്ട് കളിച്ച് ആടിപ്പൊളിയായിരിക്കും. ഞാൻ കൈകൊട്ടി കളി കളിച്ചതല്ലടാ, പിന്നെ ഞാൻ കൊതുകിനെ അടിച്ചത്. കൊതുകടാ. ഞാൻ വിചാരിച്ചേ ഡാൻസ് കളിക്കായിരിക്കും. ഇങ്ങോട്ട് വന്നപ്പോ നല്ല താളം ഉണ്ടായിരുന്നു. അത് ഞാൻ ജന്മനാ കലാകാരിയല്ല, അതുകൊണ്ടാണ്. ഭയങ്കര താളമാ. ഇപ്പൊ എന്തിനാ അടിച്ചത്? എടാ കൊതുകടാ. ഹിന്ദിയിൽ ശ്രീ എന്ന് എഴുതിയത് പോലെ ഇരിക്കണില്ലേ? എന്നെ പ്ലേയിങ് ഞാൻ തിരിച്ചല്ല. പിന്നെ നീ പോ. ചേച്ചി ഒരു കാര്യം പറയാം. ഇന്ന് വൈകുന്നേരമാണ് ചേച്ചിയുടെ കോമ്പറ്റീഷൻ. ചേച്ചിക്ക് എതിരാളികളായിട്ടൊരു ടീമുണ്ട്. അതാരടാ? കിടിലൻ ടീമാണ്. അതാര്? ശിവാർച്ചന. അയ്യോ, ഉഗ്രൻ ടീമാണ്. അവർ മത്സരിക്കാറുണ്ട്. ആണോ? അയ്യോ, എനിക്ക് പേടിയാവണടാ. അവരാണ് എവിടെ തോരിക്കുന്ന ആ ടീമാണ്. അയ്യോ അയ്യോ, ഇവിടെ വന്നിരിക്കായിരുന്നാ? അതെ, നിങ്ങൾ എല്ലാരും കൂടി ഇവിടെ വന്നിരുന്ന നമുക്കൊരു ചായയൊക്കെ കുടിച്ചിട്ട് മത്സരത്തിന് പോവാം. ഇങ്ങോട്ട് വന്നാ എല്ലാരും വിളിച്ച് ചായ കടയത്. എടാ, അതുകൊണ്ടല്ല, അവരെല്ലാരും കൂടി ഇവിടെ വന്നിരുന്ന കൊതുക് കടി ഡിവൈഡ് ചെയ്തങ്ങ് കൊടുക്കാം. അതാകുമ്പോ പിന്നെ നമുക്ക് എല്ലാം കൊള്ളണ്ടല്ലോ. നീ ഇപ്പൊ എന്തിനാ അടിച്ചത്? പിന്നെ ശ്രദ്ധ പോയായിരുന്ന? എനിക്ക് അങ്ങനെ ശ്രദ്ധയൊന്നും പോവൂല. അതല്ല, ഡാൻസ് കളിച്ചപ്പോ ശ്രദ്ധ. കളിക്കുമ്പോ എനിക്ക് അങ്ങനെ ശ്രദ്ധ പോവൂലടാ. അതല്ലേ ചേച്ചി? പിന്നെ ചേച്ചി ട്രൂപ്പിൽ ശ്രദ്ധ പെൺകുട്ടിയില്ലേ?
ആ ശ്രദ്ധ പോയായിരുന്നാന്ന്. ഓ അപ്പൊ ആ റൂട്ടാണ് പറഞ്ഞതല്ലേ. എടാ നീ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് ഞാനും ശ്രദ്ധിക്കുന്നുണ്ട്. അവളുടെ ആങ്ങളമാരും നിന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. അവളുടെ ആങ്ങളമാര് വന്ന് നിന്നെ ഇടിച്ച് നിന്റെ രക്തം ഛർദിക്കുണ്ടെങ്കിൽ നീ ശ്രദ്ധിച്ചു. എത്ര ശ്രദ്ധ? അത് അശ്രദ്ധ കൊണ്ടാ. എന്റെ അത്ര ശ്രദ്ധ കിടപ്പുണ്ട്. അത് ഉണ്ടാവും. അണ്ണ എവിടെ? ഒന്നും പറയണ്ട, വീട്ടിനകത്തോ എവിടെയോ ഉണ്ട്. ഭയങ്കര പുച്ഛ. ആശുപത്രി കാണിച്ചില്ലേ? എന്ത് കുഷ്ടോന്ന് പറഞ്ഞു? പുച്ഛോന്നല്ല പറഞ്ഞത്, പുച്ഛോന്ന്. പുച്ചോ? ഓ എടാ ഭയങ്കര പുച്ഛം. ഞാൻ പാട്ട് പാടിയ അങ്ങേർക്ക് പുച്ഛം, ഞാൻ ഡാൻസ് കളിച്ച പുച്ഛം, എന്തിനു ഞാൻ സംസാരിച്ച വരെ പുച്ഛോടാ. നാട്ടുകാർ അങ്ങേർക്ക് ഒരു പേരിട്ട് കൊടുത്തിട്ടുണ്ട്, പുച്ഛം വിനോദെന്ന്. എന്തിനു പറയണടാ, നമ്മളെ സൂര്യ ഉദിച്ച് വരണ കണ്ട അങ്ങേര് സൂര്യനെ നോക്കി വരെ പുച്ഛം കാണിക്കുന്നുണ്ടായിരുന്നു. ഒരേ കളർ. എടാ ഒരേ കളർ സാരി, മാല, കമ്മല്, പൂ. എടാ 25 ദിവസത്തെ റിഹേഴ്സൽ. ഈ നാട്ടുകാർക്ക് ചെവിതലേക്കാൻ വയ്യായിരുന്നു. ഇവർക്കല്ല ആഹാരം ഇതെല്ലാം കൂടെ ഉണ്ടായിരുന്നു. എനിക്ക് 8 സെന്റ് പെരുടെ നാട്ടിൽ മേടിക്കായിരുന്നു, അറിയാവോ? എടാ നിനക്കത് പറയാൻ തന്നെ നാണക്കേടില്ലേ? എടാ ജയിക്കാനായിട്ട് ഒരു ടീം വരൂലേ, അവർക്ക് വേണ്ടി തോക്കാനായിട്ട് പോണത്. ഞാൻ ചിരിക്കും, വിളിക്കാം. നീ എപ്പോ ഞാൻ കുറച്ചേരായി. ആര് തോക്കണ കാര്യമൊക്കെ പറഞ്ഞു ഇങ്ങോട്ട് വാ. അവിടെ അണിഞ്ഞൊരുങ്ങി നിക്കണ തോക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് ഫോണിൽ തോക്കണ കാര്യം പറഞ്ഞിട്ട് ഇപ്പൊ നാട്ടുകാരെ മൊത്തം പറയണോ ഞാൻ തോക്കാൻ വേണ്ടി പോണെന്ന്? അപ്പൊ നിനക്ക് 1ാം സമ്മാനം കിട്ടുമെന്നാണോ? അപ്പം പിന്നെ കിട്ടൂലേ? എന്നാ 2ാം സമ്മാനം കിട്ടുമോ? അങ്ങനെ പോലെ നീ ചിന്തിക്കരുത്. അപ്പം 3ാം സമ്മാനം. അത് നീ സ്വപ്നത്തിൽ പോലും ചിന്തിക്കരുത്. അത് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ടോട്ടൽ എത്ര ടീമുണ്ട്? 12. അപ്പൊ 12ാം സമ്മാനം ഉറപ്പ്. അല്ലല്ല മകളെ, നോക്കി വെച്ചോണം. 12 ടീമുണ്ട്. 10 ടീം കൂട്ടിയാ മതി, ഇത് തോക്കും. നല്ല വെറൈറ്റി സ്റ്റെപ്പ് കൊണ്ട് ചേച്ചി, നല്ല വെറൈറ്റി സ്റ്റെപ്പ് കൊണ്ട് ചേച്ചി തോക്കൂല. ഞാൻ നല്ല വെറൈറ്റി സ്റ്റെപ്പ് ഒക്കെ ഇട്ട് തന്നെ കളിക്കുന്നത്. ഇവരെ വെറൈറ്റി സ്റ്റെപ്പ് എന്താണെന്ന് അറിയാമോ? എനക്ക് അറിഞ്ഞൂടല്ലേ? എടാ ഈ കൈകൊട്ടി കളി കാണാനായിട്ട് ആൾക്കാർ വന്ന് നിൽക്കൂലേ, അവരെ എണ്ണുന്നതാണ് ഇവരെ വെറൈറ്റി സ്റ്റെപ്പ്. ജാനകി ഇവിടെ 12, ജാനകി ഇവിടെ 14. അങ്ങനെ എണ്ണതാണ് ഇവിടെ വെറൈറ്റി സ്റ്റെപ്പ്. അങ്ങനെയൊന്നുമില്ല, ഞങ്ങൾ ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ചാണ് കളിക്കുന്നത്. ട്രെൻഡ് അനുസരിച്ച് കളിക്കുകയും ചെയ്യും, ഞങ്ങൾ കപ്പും കൊണ്ട് വരെയും ചെയ്യും. കുപ്പി ക്ലാസ് ആണടി നല്ലത്. പറഞ്ഞവരൊക്കെ ചായകൾ കൊടുക്കാം. 6 എടുത്തോണം കേട്ടോ, എണ്ണി. എന്തിനാണ് ചേച്ചി എടുത്ത് ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നത്? എടാ ഞാൻ ഇങ്ങനെയൊക്കെ പറയുമ്പോഴേ അവക്കൊരു വീറും വാശിയും വരൂ. ഇൻസൾട്ടിങ് ആണ് ഏറ്റവും വലിയ മോട്ടിവേഷൻ. ആണല്ലേ? ഓ അഴുക്ക മുഖം, ചകിരി മുഖം. എന്തോന്നത്? എടാ കുടുംബത്തൊന്ന് നീ എന്താ എന്നെ പറയണത്? ഇൻസൾട്ട് ചെയ്തു. കൊള്ളാം. അല്ല ഞാൻ ചോദിക്കട്ടെ, നീ ഇവിടെ വന്ന് കിടന്ന് കറങ്ങണേ? വേറൊന്നും അല്ല, നമ്മുടെ ക്ലബില് എല്ലാരും ഇരുന്നപ്പം ഒരു പത്രത്തിൽ വാർത്ത കണ്ടല്ലോ. എന്തോന്ന്? സർക്കാർ മദ്യത്തിന് പേരിടാൻ പറഞ്ഞു. മദ്യക്കുപ്പിക്ക് 10,000 രൂപ കിട്ടുമെന്ന് പറഞ്ഞില്ലേ? കിട്ടുമോ? പേരിട്ട് നമുക്കാരും കിട്ടിയില്ല. ആർക്കും ഒരാൾക്കാണ് കിട്ടിയത്. ശരി, എന്റെയും 10,000 രൂപയുടെ ഞാനൊരു വെറൈറ്റി പേരിട്ടാ കിട്ടിയില്ല. എന്തോന്ന് പേര്? ബാ ബാ ബാ. സിനിമയുടെ പേരില്ലേ? ഭയം, ഭക്തി, ബഹുമാനം. ഈ കുപ്പിക്ക് പറ്റിയ പേര് അതാണ്. എടാ നമ്മൾ ഷെയർ ഇട്ട് 2 അടിച്ചിട്ട് വീട്ടിലോട്ട് വരുമ്പം ഭാര്യ കൂമ്പിലിട്ട് അടിക്കുമോ എന്നൊരു ഭയം. അപ്പൊ ഈ ബഹളം കേട്ട് അച്ഛനും അമ്മയും വരുമല്ലോ, അവരോടൊരു ഭക്തി. അപ്പൊ വീട്ടിലെ ബഹളം നടക്കുമ്പോ തന്നെ നാട്ടുകാർ ചുറ്റും കൂടും, പുറത്തിറങ്ങി അവരോടല്ല ഒരു ബഹുമാനം. അപ്പൊ ഈ കുപ്പിക്ക് പറ്റിയ പേര് ബാ ബാ ബാ. അല്ല, ഈ കുപ്പിക്ക് പറ്റിയ പേര് തുടരും. തുടരും എന്തോന്ന് പേര്? ഏവനും മദ്യപിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ അവന്റെ ജീവിത അവസാനം വരെ അത് തുടരും. അതുകൊണ്ട് ഇതാണ് നല്ലത്. അത് കൊള്ളായിരുന്നല്ലേ? നല്ല പേരാ. ഇനി നീ ഈ പേര് എന്നോട് പറഞ്ഞെങ്കിൽ എനിക്ക് 10,000 രൂപ കിട്ടൂല. അങ്ങനെ എന്റെ ബുദ്ധി ഉപയോഗിച്ച് കിട്ടുന്ന കാശ് നിങ്ങൾക്ക് വേണ്ട. കണ്ടാ, 10 പൈസ എവിടെന്നെങ്കിലും കിട്ടുമെങ്കിൽ അതുവരെ ഇവള് മുടക്കും. ഞാൻ ഒരു കാര്യം പറയട്ടെ, എപ്പോ നോക്കിയാലും കീരിയും പാമ്പോണ്. എന്താണ് നിങ്ങളുടെ പ്രശ്നം? അയൽക്കാരെന്ന നിലയ്ക്ക് എനിക്ക് ദണ്ണുണ്ട്, അറിയാമോ? അത് നിന്നെ കണ്ടപ്പോഴേ തോന്നി കുറയ്ക്കണം കേട്ടോ. ഞാൻ വണ്ണുണ്ടെന്നാണ് ദണ്ണുണ്ടെന്നാണ് പറഞ്ഞത്. ഞാൻ പറയാം. എടാ ഞാൻ ഇങ്ങനെ അടുത്ത് എന്തെങ്കിലും ഒരു സീരിയസ് ആയിട്ട് ഒരു കാര്യം സംസാരിച്ചു കഴിഞ്ഞാ ഇങ്ങനെ നിന്ന് ചുമ്മാ കോട്ടുവാ വിട്ടുകൊണ്ട് നിൽക്കൂടാ. അപ്പൊ ഞാൻ പറയണത് ശ്രദ്ധിക്കുന്നില്ല, ബോറടിക്കണമെന്നല്ലേ അതിന്റെ അർത്ഥം. എടാ അങ്ങനെയൊന്നും അല്ല കേട്ടോ. സത്യം പറഞ്ഞ ഇവള് പറഞ്ഞു തുടങ്ങുമ്പോ മറുപടി പറയാനായിട്ട് ഞാൻ വാ തുറക്കണതാ. പറയാൻ സമ്മതിക്കണ്ടേ ഇവള്? ദൈവമേ, കല്യാണത്തിന് മുമ്പ് എത്ര പേര് എന്റെ പുറകെ നടന്നതാ. വല്ല ബുദ്ധിയുള്ളവനെയും കല്യാണം കഴിച്ചാ മതിയായിരുന്നു. പിന്നെ ബുദ്ധിയുള്ളോ നിന്നെ ഇപ്പൊ കെട്ടാൻ വരും. ഓ, സ്വന്തം വാഗുണ്ടെങ്കിൽ സമ്മതിച്ചല്ല നിങ്ങൾക്ക്. ഒന്നും പറയണില്ല. ഈ കാണുന്ന സാധനങ്ങളെല്ലാം മേടിച്ച് റിഹേഴ്സലും ചെയ്ത് പറഞ്ഞു വിടണം. എനിക്കിത് കേൾക്കണം, എനിക്ക് ബുദ്ധിയില്ലെന്ന്. എല്ലാം മേടിച്ച് കൊടുക്കുന്നതാണ് പറയണ, ബുദ്ധിയില്ലെന്ന്. നടേശാ കൊല്ലണ്ട. ഞാൻ ഒരു കാര്യം പറയട്ടെ, കല്യാണം കഴിഞ്ഞ സമയത്തുണ്ടല്ലോ ഇങ്ങനെ എന്നെ കൈ വെള്ളയിലിട്ടാണ് നോക്കിയത്. കൈ വെള്ളയിലാണ് ഞാൻ നോക്കിയത്. അതുവഴി ഇഴഞ്ഞ് തലേ കയറിയത് എവളാണ്.
എടാ, ഈ ന്യൂ ഇയറിന് നീ കേക്കണം, ഈ ന്യൂ ഇയറിന് 2 എണ്ണം അടിച്ചോണ്ട് ഞാൻ വീട്ടിൽ വന്നപ്പം ഇവള് പറഞ്ഞ വാക്കുകൾ കേൾക്കണോടാ. ഇവള് പറഞ്ഞ വാക്കുകൾ ചെരിപ്പൂരി എന്റെ ചെകിടത്തടിക്കണ പോലെയാണ് എനിക്ക് തോന്നിയത്, അറിയാമോ? തോന്നിയതല്ല, അത് ചെകിടത്തടിച്ചത്. ലൂണാർ സൈസ് 7. കണ്ട, അപ്പം ബോധമില്ലാതെ വരുന്ന എന്നെ നീ മർദ്ദിച്ചു വരെ തുടങ്ങി. ആ, ഇനിയും നിങ്ങൾ വെള്ളം അടിച്ചോണ്ട് ഈ പെരക്കകത്ത് കേറിയ 2 കാല് മുട്ട ഞാൻ തല്ലി ഓടിക്കും. അങ്ങനെയാണാ? ആ, അങ്ങനെയാണാ? അങ്ങനെയാണ്. എന്നാ നിർത്തി. കുടി നിർത്തിയാ? നിലനിർത്തി. എടി, ഇതിന്റെ ഭാഷയ്ക്ക് ഇന്നൊരു കുപ്പിയെടുത്ത് അടിച്ച് പിരിന്ന് പാമ്പഴയണ പോലെ ഈ വീട്ടിൽ ഞാൻ വന്നില്ലെങ്കിൽ, അങ്ങനെയാണെങ്കിൽ മകടി ഊതിയാ ഞാൻ കൊട്ടയ്ക്കകത്ത് കയറ്റും. എടി, ഞാൻ ഒരു കാര്യം ഇവിടെ പറയട്ടെ. അവള് പോയാ? ഞാൻ ഒരു കാര്യം പറയട്ടെ. ചേച്ചി എത്ര മണിക്കാണ് മത്സരം? 8 മണിക്ക്. ഇപ്പൊ സമയം എത്രയായി? എത്ര വഴി? 6 മണിയായി. അയ്യോ, ഇതുവരെ ശ്രദ്ധ വന്നില്ല. ശ്രദ്ധ. അതെ, മണിക്കൂട്ടനെ ഞാൻ ടെമ്പോ ട്രാവലറും കൊടുത്ത് വിട്ടിട്ടുണ്ട്. അവ ഇപ്പൊ പിള്ളേരെ കൊണ്ടിങ്ങി വരും. വരട്ട് നോക്കാം. അതുകൊണ്ട് അവൻ വന്നല്ല. ചേച്ചി അതെ. എടാ, നിനക്ക് വല്ല ഉത്തരവാദിത്വം ഉണ്ടാടാ? ഒരു ഡ്രൈവർ അല്ലടാ, സമയത്തും കാലത്തും വരണ്ടടാ. അയ്യോ, റോഡ് മര്യാദക്ക് കണ്ടിട്ട് വേണ്ട വണ്ടി ഓടിക്കാൻ, സൂക്ഷിച്ചോടിക്കണം. ആദ്യം നിന്റെ ഈ മുടി കണ്ണിന്റെ അവിടെ അങ്ങോട്ട് മാറ്റാം, അപ്പൊ നിനക്ക് റോഡ് കാണാം. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ഇവരോട് ഡാൻസ് കളിക്കുന്നുണ്ടോ? ഇല്ലല്ല. പിന്നെ എന്തിനാണ് ഈ പുട്ടിയെ കിട്ടി വന്നിരിക്കുന്നത്? ലിഫ്റ്റിയെ കിട്ടിക്കുന്നത്, മാല കമ്മൽ, എന്തോ പുട്ടി ഇരിക്കുന്നത്? അത് മറ്റൊന്നുമല്ല, വണ്ടിന്റെ ബ്രേക്ക് ഇത്തിരി കുറവാ. ചത്ത് കിടന്നാലും ചമല് കിടക്കണം എന്നാണല്ലോ. 2 കമ്മലും കൂടെ മേടിച്ചിട്ടോടാ ഇങ്ങനെ നാട്. അത് കറക്റ്റാ. ശ്രദ്ധ വണ്ടിക്കകത്തുണ്ട്. ശ്രദ്ധ ശ്രദ്ധ ശ്രദ്ധയൊന്നും വണ്ടിക്കകത്തില്ലാന്ന്. ആ, അയ്യോ, അവ ശ്രദ്ധ വന്നില്ലേ? ശ്രദ്ധ വന്നില്ല. എന്ത്? അവ ശ്രദ്ധ പറഞ്ഞ ഞാൻ വരില്ലാന്ന്. അയ്യോ, അതുപോലെ തന്നെ ഞാൻ സുപ്രിയോട് വെച്ചു, സുപ്രിയ പറഞ്ഞ ഞാൻ വരില്ല. ബീനയോടും ബിന്ദുവോടും സിന്ധുവോടും ചോദിച്ചോ പറഞ്ഞ് ഞാൻ വരൂലെന്ന്. എനിക്കറിയാൻ പാടില്ല, ആരും വരുന്നില്ല എന്ന് പറഞ്ഞ്. ശ്രദ്ധയില്ല, വണ്ടിക്ക് ശ്രദ്ധയില്ല. ഗ്രൂപ്പിൽ മെസ്സേജ് വന്ന് കിടക്കണേ. ചേച്ചി, ഞാൻ വരുന്നില്ല, സോറി, എനിക്ക് വരാൻ പറ്റൂല, എന്നോട് ക്ഷമിക്കണം. അയ്യോ, ഞാനില്ല. അയ്യോ, ശിവാർച്ചന ടീം ഞങ്ങളെ കൂടെ മത്സരിക്കാനുണ്ടെന്ന് ഒരു വാക്ക് നേരത്തെ പറഞ്ഞെങ്കിൽ ഞങ്ങൾ തോക്കാൻ വേണ്ടി വരില്ല. അയ്യോ, അവര് സൂപ്പർ ടീമാണെന്നൊക്കെ പറഞ്ഞയച്ചേക്കുന്നു. ഇത് സംഭവം വേറെ ഒന്നുമല്ല, പിള്ളേർക്ക് കാര്യം വരും. നിനക്ക് തോറ്റ ശീലം ഉണ്ടല്ലോ. എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത്. സത്യം പറഞ്ഞ മെയിൻ കളിക്കണമെന്ന് അങ്ങനെ പിള്ളേരുടെ പറഞ്ഞു. നോക്ക്, ഇനിയിപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഈ നാട്ടുകാരുടെ മുഖത്ത് ഞാൻ ഇങ്ങനെ നോക്കും, ഞാൻ ഇങ്ങനെ മത്സരിക്കാൻ പോകും, പൈസയൊക്കെ കൊടുത്ത്. ഞാൻ വന്നാ മതിയാ? നിങ്ങൾ വന്നു കഴിഞ്ഞാൽ കൈകൊട്ടി കളി ആയിരിക്കില്ല, നിങ്ങളെ കൈ വെട്ടി കളയും. നോക്ക്, ഞാൻ എന്ത് ചെയ്യും? എന്ത് എനിക്ക് അറിഞ്ഞൂടാ. ഒരു 5 പേരെങ്കിലും കിട്ടിയെങ്കിൽ 1 മണിക്കൂർ ഉണ്ടെങ്കിലും ഞാൻ പഠിപ്പിച്ച് കയറ്റിയാണ്. ആര് വരാൻ? ഇനിയിപ്പൊ എന്ത് ചെയ്യൂന്ന് പറഞ്ഞു. നമുക്ക് പോയാലോ? അതെ ചേച്ചി, കറിയല്ലേ ഇവിടെ ഒരു കാര്യം പറഞ്ഞോട്ടെ, കളിയാക്കല്ലേ. നമ്മൾ ഇത്രയും പേര് മതിയോ? നല്ല ഓളത്തിൽ ഡാൻസ് കളിച്ചാ പോലെ. 5 പേരുണ്ട്. അല്ലല്ല, ഞാൻ മതി, ഒറ്റ മണിക്കൂർ മതി. ഞാൻ ചെലങ്ക എടുത്തില്ല. അതൊക്കെ ഞാൻ തരാം. പിന്നെ ഞങ്ങൾക്ക് അറിയില്ല, സ്റ്റെപ്പ് പഠിപ്പിച്ചു തരുമോ? അത് ഞാൻ പഠിപ്പിച്ചു തരാം. ഒറ്റ മണിക്കൂർ മതി, 1 മണിക്കൂർ രക്ഷപ്പെട്ടു. ശരിയാവോ? ഞാൻ അങ്ങനെ ഇതിൽ ചലങ്ങൊന്നും വേണ്ട. ഓ, ഭയങ്കര സന്തോഷം കേട്ടോ. ഒരുപാട് കണ്ടിട്ടുണ്ടോ? സഹായിക്കാനുള്ള ഒരു മനസ്സ്, അതാണ്. എപ്പോഴും ചേച്ചിയെ തന്നെ നോക്കി ചേച്ചി ഡാൻസ് ആണോ? നല്ല രസമാണ് ചേച്ചിയുടെ. ഞാനേ പ്രൊഫഷണലായിട്ട് ഡാൻസ് പഠിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ചിലങ്ക ഇല്ലാതെ എനിക്ക് കളിക്കാം. അത് കുഴപ്പമില്ല, എന്റെ കയ്യിലുണ്ട്. നമുക്ക് സമയമാകുമ്പോ ഞാൻ തരാം. അപ്പൊ നമുക്ക് തുടങ്ങാം. എങ്ങനെയാണ് നമ്മള് റൗണ്ട് ആണോ, എങ്ങനെ സെമി സർക്കിൾ? അങ്ങനെയൊന്നുമില്ല, എങ്ങനെ വേണമെങ്കിലും നമുക്ക് സ്റ്റെപ്പ് പഠിക്കല്ലേ. അങ്ങനെ ഉണ്ട്. ഒന്നും കാണിച്ചു ഞാൻ കണ്ടിട്ട് അവിടെ നിന്നൊന്നും എടുക്ക. ഈ പാട്ടിടുവോ? ഇങ്ങനെ ഒരു സ്റ്റെപ്പില്ലേ? ഇങ്ങനെ സോറി, ഞാൻ അറിയാം, എനിക്ക് ഡാൻസ് കളിക്കാം. അയ്യോ, പോയി കണ്ണിന്റെ കണ്ണിന് കണ്ണ് ഇതിനൊക്കെ ആരും അവസ്ഥ നോക്കിയാലേ മനുഷ്യന്റെ അയ്യാവേലിയൊക്കെ സംഭരം കിട്ടും.
ചേട്ടാ ഇത്രയും പ്രശ്നം ഇവിടെ നടക്കുമ്പോ നിങ്ങൾ ആരെ ഫോൺ എടുത്ത് വിളിക്കുന്നത്? ഞാൻ ഇന്ന് കൈകൊട്ടി കളി നടക്കണ കമ്മിറ്റിക്കാരെ വിളിക്കുക. എന്തിന്? എന്റെ പേരൊന്ന് മാറ്റാമോന്ന് അറിയാൻ. എന്താണ്? നീ എവരെയും കൊണ്ടാണ് കൈകൊട്ടി കളി കളിക്കാൻ പോണെങ്കിലേ കൈകൊട്ടി കളിയല്ല, ഇത് കയ്യാങ്കളിയാവും. അയ്യോ, പിടിച്ച് മാറ്റ്. മണി സ്കിറ്റ് കാണാനുള്ള അടുത്ത അവസരം നമുക്ക് കിട്ടിയിരിക്കുകയാണ്. പൈസ കൊടുക്കാൻ ചേച്ചി റെഡിയാണോ? റെഡി. എങ്കിൽ ബാറ്ററിയും റെഡിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. Ready. ശരി, ചാർജ് കയറ്റാൻ നമ്മളെല്ലാരും റെഡിയാണോ? വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രവീൺ ചേട്ടൻ, സനി ചേട്ടൻ ആൻഡ് സിന്ധു ചേച്ചി. പെണ്ണെ പെണ്ണെ കാതലി നെഞ്ചിൽ നീയും പഞ്ചമി കണ്ണിൽ നിന്നും കൺമണി നീ താനേ പെണ്ണെ പെണ്ണെ കാതലി നെഞ്ചിൽ നീയൻ പഞ്ചമി കണ്ണിൽ നിന്നും കൺമണി നീ എന്റെ കുട്ടൂസേ, എന്റെ പൊന്നൂസേ, ഞാൻ കുട്ടൂസിന്റെ കൂടെ ഇറങ്ങി വന്ന കാര്യം എന്റെ വീട്ടുകാർ അറിഞ്ഞോണ്ടല്ലോ, അവര് വന്ന് കുട്ടൂസിന്റെ വീട് കത്തിക്കും. പിന്നെ 4 ചണച്ചാക്ക് കത്തിച്ചിട്ട് അവർക്ക് എന്നാ കാര്യം സാധിക്കാൻ? അല്ല കുട്ടൂസേ, എന്താ കുട്ടൂസിന്റെ പ്ലാൻ? നമുക്ക് നഗരങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം. ഓഹോ. അപ്പൊ ഇന്ന് മെട്രോ പില്ലറിനടി കിടക്കാനാ പ്ലാൻ? പൊന്നൂസേ, കുട്ടൂസേ, ബൈറ്റലിലുണ്ട് ബൈപ്പാസ്, ഹോട്ടലിലുണ്ട് മപ്പാസ്, കുട്ടൂസിനുണ്ട് ഒരു പൊന്നൂസ്. വീട്ടിലുണ്ട് ആസ്, കാലിലുണ്ട് വെരിക്കോസ്, പൊന്നൂസിനുണ്ട് ഒരു കുട്ടൂസ്. തേങ്ങ പൊതിക്കാം പാര, നിങ്ങളൊക്കെ ആരാ? സ്കിറ്റില് കൗണ്ടർ പോരാ. ഇതൊക്കെ പറയാൻ താനാരാ? ഞാൻ ആ കിടക്കുന്ന ഡ്രൈവറുടെ നാഷണൽ പെർമിറ്റ് ലോറിയാ. അല്ല, ആ കിടക്കുന്ന നാഷണൽ പെർമിറ്റ് ലോറിയുടെ ഡ്രൈവറാ. എന്നാലേ ഒരു ഉപകാരം ചെയ്യാവോ? സ്റ്റെപ്പിന് മാത്രം ചോദിക്കരുത്. അതെ ചേട്ടാ, ഞങ്ങളെ കണ്ടിട്ട് എന്ത് തോന്നുന്നു? ഇയാളെ കണ്ടിട്ട് എനിക്കൊന്നും തോന്നുന്നില്ല, പക്ഷെ കൊച്ചിനെ കണ്ടിട്ട് കുടുംബത്തിൽ പറഞ്ഞൊരു കൊച്ചാന്ന് തോന്നുന്നുണ്ട്. ഈ അസമയത്ത് ഒരാണും പെണ്ണും കൂടെ നിൽക്കുമ്പോൾ എന്ത് തോന്നുന്നു? സുകുമാരൻ വളയം പിടിക്കാൻ തുടങ്ങിയിട്ട് വർഷം കുറെ ആയി. അതിനത് വളയമല്ലല്ലോ, വൈപ്പറല്ലയോ? ആ, വൈപ്പറെങ്കിൽ വൈപ്പർ. ഇതുപോലുള്ള ടീമുകളെ കുറെ ഞാൻ കണ്ടിട്ടുമുണ്ട്. ആ സമയത്ത് നിങ്ങൾ ഇവിടെ നിൽക്കുന്നത് എന്തിനാണെന്നും ആരാണെന്നും എനിക്ക് മനസ്സിലായി. മാമനും മോളും അല്ലേ? അയ്യോ ചേട്ടാ, ഞങ്ങൾ ഇണക്കുരുവികളാ. കണ്ടിട്ട് ഉണക്കക്കുരുവികളെ പോലെ ഉണ്ടല്ലോ. അതെ, ഞങ്ങൾ ഒളിച്ചോടി വന്ന 2 യുവമിഥുനങ്ങളാ, കുട്ടൂസും പൊന്നൂസും. ഓ, വീട്ടുകാരറിയുന്നതിന് മുമ്പ് ഞങ്ങളെ ഈ ലോറി കയറ്റിയത് കടത്തി തരാമോ? അല്ലെങ്കിൽ ഈ പ്രേമത്തിന് എതിരിരിക്കുന്ന മൊത്തം ഈ വീട്ടുകാരാ. സത്യം, പ്രത്യേകിച്ച് പെണ്ണും വീട്ടുകാർ. ഈ കൊച്ചിന്റെ അച്ഛനും അമ്മയായിരിക്കും ഇപ്പൊ വിഷയം ഉണ്ടാക്കുന്നത്. അവരൊരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല. പിന്നെ ആരാ ഈ വിഷയം ഉണ്ടാക്കിയത്? വിഷയം ഉണ്ടാക്കുന്ന അവിടെ ഭർത്താവാ. ഭർത്താവാ? സത്യമാണോ? എന്റെ ഭർത്താവാണോ കുഴപ്പം? ഇയാളുടെ ഭാര്യ അത്ര നല്ലൊന്നും അല്ലല്ലോ. ആഹാ, അപ്പൊ നിങ്ങൾ യുവമിഥുനങ്ങളല്ല, യുവമുതുക്കുകളാ. എത്ര വർഷമായി ഈ പ്രേമം തുടങ്ങിയിട്ട്? 5 വർഷാ? അല്ല, 5 ദിവസം കൊണ്ട് എന്റെ കൈവെള്ളേ വന്നതാ എന്റെ പൊന്നൂസ്. 5 ദിവസം കൊണ്ട് കൈവെള്ളേ വന്നതാണെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ പൊന്നൂസ് അല്ല, ഓൺലൈനിൽ ബുക്ക് ചെയ്ത ഏതോ പ്രോഡക്റ്റാ. പ്രേമം മൊട്ടിട്ടത് അറിയാവോ? പ്രേമം മൊട്ടയിട്ടത് ഞാൻ എങ്ങനെ അറിയാനാ? പ്രേമം മുട്ടിട്ടെന്നല്ല, ഈ പൊന്നൂസിന്റെ ആ കുട്ടൂസിന്റെ പ്രേമം എങ്ങനെയാ മുട്ടിട്ടെന്നറിയാമോ? അയ്യോ, അതെനിക്ക് അറിയാൻ പാടില്ല. എന്റെ മോനും പൊന്നമ്മയുടെ മോളും. പൊന്നമ്മയോ? അതാരാ? എന്റെ അമ്മച്ചിയെ. എന്നാ മോനെ? ഞാൻ എന്റെ അമ്മച്ചിയെ വിളിച്ചതാ. ഞങ്ങളുടെ മക്കൾ രണ്ടുകൂടെ കല്യാണം തീരുമാനിച്ചു. കല്യാണത്തിന് 10 ദിവസം മുമ്പ് ഈ പിള്ളേരെ കശകുശ പറഞ്ഞ അടി കൊണ്ടാക്കി അങ്ങ് പിരിഞ്ഞെന്നു. അയ്യോ, പെറ്റതള്ള ഇല്ലയോ? അതെ, സഹിക്കാൻ പറ്റുമോ? കരച്ചിലോട് കരച്ചില്. ഞാൻ വിളിച്ചൊന്ന് ആശ്വസിപ്പിച്ചു. എന്റെ ആശ്വാസം 1ആയി 2ആയി, ആശ്വാസം കീറിയ കടുത്ത്. പൊന്നമ്മയ്ക്ക് എന്നെ വിശ്വാസമായി. ഇറങ്ങി വന്നപ്പോ എനിക്കൊരു ആശ്വാസമായി. അതെ ചേട്ടാ, ദൈവത്തെ ഓർത്ത് ചേട്ടാന്ന് വിളിക്കരുത്. എന്റെ വല്ലിച്ചന്റെ വല്യമ്മയുടെ പ്രായമുണ്ട് നിങ്ങൾക്ക്. ആ, വേണമെങ്കിൽ അനിയൻകുട്ടാന്ന് വല്ലോ വിളിച്ചോ. പൊന്നൂസിഞ്ഞ് വന്നേ. എന്താ കുട്ടൂസേ? ഒളിച്ചോടി വന്നപ്പോ ഇച്ചിരി ഡൈ അടിച്ചോണ്ട് വരല്ലായിരുന്നോ? അതെ മോനെ, ഞാൻ കുളിച്ചില്ല, ഡൈ അടിച്ചോണ്ടാ. അയ്യോ, ഞാൻ ഡൈലല്ല പിടിച്ചത്, സെറ്റ് വല്ലല്ല പിടിച്ചത്. അതെ, ഞങ്ങളെ ഈ ലോറി കയറ്റി എവിടെയെങ്കിലും കൊണ്ടുവന്ന് ഇറക്കാവോ? വണ്ടി ഡൽഹിക്കാ. അവിടെ 2 നെല്ലിക്ക കഴിഞ്ഞാടാ ഷൂർ കൂടി നിൽക്കുവാ. നെല്ലിക്കല്ലെന്ന്, വണ്ടി നേരെ ഡൽഹിക്കാ പോകുന്നത്. ഈ കുട്ടൂസിനെയും പൊന്നൂസിനെയും വേണേ ഞാൻ ഡൽഹിയിൽ ഇറക്കാം.
ഡൽഹി ഞങ്ങൾ പൊളിക്കും. ഒരു നീ വാനിളം ചന്ദ്രലേഖ രംഗഭൂമി. അതെ നീ ഡാൻസും പാട്ടൊക്കെ അങ്ങ് ഡൽഹി ചെന്നിട്ട് പിന്നെ അച്ചാച്ചോ അച്ചാച്ചന് പണി വല്ലതും അറിയാവോ? ഇല്ല. പിന്നെ നിങ്ങൾ ഡൽഹി വന്ന് എങ്ങനെ ജീവിക്കുമെന്നാ ഈ പറയണത്? എടാ ഒരു തൂമ്പാ മേടിച്ച് ഡൽഹി തൊഴിലുറപ്പിന് പോകണ എന്റെ പൊന്നൂസ. അത് കൊള്ളാം. ഈ തൂമ്പ മേടിക്കാനുള്ള ഹിന്ദി നിങ്ങൾക്ക് അറിയാവാ? അയ്യോ അതെനിക്ക് അറിഞ്ഞൂടാ. ഹിന്ദി അറിയാൻ പാടില്ലെങ്കിൽ ഡൽഹി ജീവിക്കാൻ പറ്റത്തില്ല. ഈ ഹിന്ദിക്കാരെ കൊണ്ട് ഒരു നാട്ടിലും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അതല്ല കാശില്ലാതെ അങ്ങോട്ട് വന്നിട്ട് ഒരു കളി നടക്കത്തില്ല. അവിടെ പട്ടിണി കിടക്കണമെങ്കിൽ തന്നെ 500 രൂപ കാശ് കൈ വേണം. എടാ പട്ടണ കിടക്കുന്നതിന് എന്തിനാടാ 500 രൂപ? കിടക്കാനുള്ള ബെഡ് പിന്നെ മേടിക്കണ്ടേ? പൊന്നൂസേ എന്താ കുട്ടൂസേ? ആ കിടക്കാനുള്ള ബെഡിന്റെ കാശം കൊടുത്തേരെ. അയ്യോ എന്റെ കയ്യിലില്ല. ഇന്നാ ഇരിക്കാനുള്ള കാശാണ് 250 രൂപ കൊടു. അയ്യോ എന്റെ കുട്ടൂസേ എന്റെ കയ്യിലില്ല. അതെന്താ വർത്താനാ സുമയുടെ അമ്മയമ്മ പറയുന്നത്? ഒരു കാര്യത്തിന് ഇറങ്ങി വരുമ്പോ 10-20 രൂപ കയ്യിലെടുത്ത് വെക്കാൻ വരണ്ടായിരുന്നു. ഇന്നലെ ഫോൺ ചെയ്തപ്പോ രതീഷിന്റെ അച്ഛൻ ഇങ്ങനൊന്നും അല്ലല്ലോ എന്നോട് പറഞ്ഞത്. ആരാ ഈ സുമേൻ രതീഷും ഒക്കെ? ഞങ്ങളുടെ മക്കളുടെ കാര്യമാണ് പറയുന്നത്. ഓ ചെക്കനും പെണ്ണും. എടാ മോനെ ഇയാൾ എന്നോട് പറഞ്ഞു നീ എന്റെ കൂടെ ഇറങ്ങി വന്നാ നിന്നെ ഞാൻ കൊട്ടാരത്തിലെ റാണിയായിട്ട് വാഴിക്കാന്ന്. അച്ചാച്ചോ അച്ചാച്ചൻ അങ്ങനെ സ്പീച്ച് ചെയ്യായിരുന്നു? മോനെ ഞാൻ അങ്ങനെ സ്പീച്ച് ഇട്ടില്ല. ഞാൻ അങ്ങനെ സ്പീച്ച് ആളുമല്ല. ഞാൻ എന്റെ സ്പീച്ച് മാറിയാ ഞാൻ എന്റെ വാക്ക് മാറാൻ സ്പീച്ചത്തും ഇല്ല. കൊട്ടാരക്കര റാണിയാക്കാന്നല്ല ഞാൻ പറഞ്ഞത്. പിന്നെ കൊട്ടാരക്കര കൊണ്ടുപോയി വാഴ നടിയിക്കാന്നാ പറഞ്ഞത്. എടാ കുഞ്ഞ ഈ രാജഭരണമൊക്കെ കഴിഞ്ഞ കാര്യം ഈ കരുതെ പറഞ്ഞത് മനസ്സിലാക്ക്. അതൊക്കെ കഴിഞ്ഞായിരുന്നു. ആദ്യം ആരായാലും ഈ കരുതെന്നൊന്ന് പറഞ്ഞ് മനസ്സിലാക്ക്. എന്നെ മനസ്സിലാക്കുന്ന കാര്യം അവിടെ നിൽക്കട്ടെ. നിങ്ങൾ ഒരു തീരുമാനം ഇപ്പൊ പറ, എന്റെ കൂടെ വരുന്നോ ഇല്ലയോ? പൊന്നൂസേ എന്താ കുട്ടൂസേ? നമുക്ക് ഈ ഒളിച്ചോടെ ഒന്ന് മാറ്റി വെച്ചാലോ? അയ്യോ അത് നടക്കത്തില്ല. പിന്നെ കോടികൾ കൊടുക്കുന്ന സിനിമയുടെ റിലീസ് മാറ്റി വെക്കുന്നു. ഇല്ല ഒരു ജോലി മുടക്കില്ലാത്ത നിന്റെ ഈ ഒളിച്ചോട്ടം മാറ്റി വെച്ചാൽ. എന്റെ കുട്ടൂസേ കുട്ടൂസിന്റെ പേര് വെച്ച് കത്തെഴുതി വെച്ചിട്ടല്ലേ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയേക്കുന്നേ. കത്തെഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ വിഷയം ഒരു വിഷയമില്ല. ഇവളല്ലേ എഴുതിയേക്കുന്നേ. അതാരെങ്കിലും വായിക്കുവാണോ ECGയുടെ റിപ്പോർട്ടാണെന്ന് വിചാരിക്കുന്നത്. അത്രക്കുണ്ട് ഇവിടെ എടുത്തിട്ട് കോണം. വേണ്ട കുട്ടപ്പ അമ്മാതിരി വർത്താനം പറയരുത് കേട്ടോ. കുട്ടപ്പനോ? അതാരാ? ഇയാടെ പേരാ കുട്ടപ്പൻ. വെറും കുട്ടപ്പനല്ല, കെ കുട്ടപ്പൻ. അയ്യോ കോഴി കുട്ടപ്പൻ. നിങ്ങൾ നിർത്തിക്കേ. എന്തായാലും ബെഡ് മേടിക്കാനുള്ള 500 രൂപ കാശല്ലേ, അത് ഞാൻ തരാം. അപ്പൊ തലേണയോ? തലങ്ങണം ഒരു ഓളോബ്രിക്സിന്റെ കട്ട എടുത്ത് തരും. അതാ തല വെച്ച് കടന്നോളാം. 5 പൈസ ഇല്ല അവൾ ഇറങ്ങിയേക്കോ. അച്ചാച്ചോ അക്കൗണ്ടിൽ ഒരു 500 രൂപ ഉണ്ട്. പക്ഷെ ഡൽഹി ചെല്ലുമ്പോ എനിക്ക് ഗുളുഗുളു പേ ചെയ്ത് തന്നെ തരും. എങ്ങനെ കൊടുക്കും? അവൻ ആദ്യം ഈ ഗുളുഗുളുപ്പെന്ന് കൃത്യമാക്കട്ടെ, എന്നിട്ട് കൊടുക്കാം. എന്റെ കുട്ടൂസേ. എന്റെ പൊന്നൂസേ. ഹലോ ഹലോ ഇവിടെയാ പൊന്നൂസേ. എന്താ കുട്ടൂസേ? നമ്മൾ ഇന്ന് ഡൽഹി ചെന്നിട്ട് ആ താജ്മഹലിനകത്ത് വരും നമ്മൾ ഇന്ന് കടന്നുറങ്ങും. ശരിക്കും? അവിടുത്തെ മുംതാസും ഷാജഹാനും ഇന്ന് നമ്മളാ. അച്ചാച്ചോ എന്താ മോനെ? ഞാൻ 500 രൂപ കാശ് തരാന്ന് പറഞ്ഞില്ലായിരുന്നു? ഒരു കൂട്ടുകാരൻ ആവശ്യം വന്നപ്പോ ഞാൻ അങ്ങോട്ട് അയച്ചു കൊടുത്തു. കാശില്ലേ? ഈ താജ്മഹലിനകത്ത് കിടക്കണം നിർബന്ധമുണ്ടോ? പുറത്തൊരു ടാർപ്പാ വെച്ച് കിടക്കുന്നതിന് ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടോ? ഞാൻ കിടക്കത്തില്ല. ഇന്നാ സുമയുടെ അമ്മ പെട്ടിയും ഭ്രമണം എടുത്ത് വീട്ടിൽ പോകാൻ നോക്കും. കണ്ടാ പുള്ളി മുങ്ങാനുള്ള പരിപാടിയാ. അമ്മച്ചി ഒരു കാര്യം ഓർത്തോണം. അമ്മച്ചി വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നപ്പോ അമ്മച്ചിയുടെ ഭർത്താവ് വീടിന്റെ പടിയിലിരുന്ന് കരഞ്ഞിട്ടുണ്ടാവും. എന്നെ പറ്റിക്കാനാണ് ഇയാളെ തീരുമാനമെങ്കിൽ വേണ്ട കുട്ടപ്പ ഈ പൊന്നമ്മയുടെ തനിക്ക് ഓണം താൻ അറിയും. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം കുട്ടപ്പ, ഇപ്പൊ എനിക്കൊരു സഹായിച്ചിക്കാൻ ഇവിടെ മേടിച്ച് തരാതെ ഈ പൊന്നമ്മ ഒരടി ഇവിടുന്ന് മുന്നോട്ട് വെക്കത്തില്ല. സഹായിച്ചിക്കനല്ല, ഷവായി ചിക്കൻ. നീ വേടാ മലയാളം നീ കണ്ടു. ഉൾക്കാഴ്ചയുടെ ഭർത്താവ് പടിയിലിരുന്ന് കരയും അല്ലായിരിക്കും, പടക്കം മേടിച്ച് പൊട്ടിച്ച് ആഘോഷിക്കുമായിരിക്കും. എന്റെ ഭാര്യയ്ക്ക് വിഷമം കാണും. അതുണ്ടാവും. അയ്യോ കാണും കാണും കാണും. എടാ ഞങ്ങളുടെ ചാറ്റ് പൊക്കിയന്റെ അന്ന് ആ ചാറ്റ് എടുത്ത് ഫേസ്ബുക്കിൽ ഇട്ടിട്ട് $25 ഏണിങ്സ് ഉണ്ടാക്കിയ പൊന്നുമോളാ അവള്. ഭാഗ്യം ഉണ്ട് ഉണക്കക്കുരുവികൾക്ക്. ഞാൻ ഇട്ട് കൊടുത്ത 500 രൂപ അവൻ തിരിച്ചിട്ട് തന്നിട്ടുണ്ട്. തന്നോ? എന്റെ പൊന്നൂസേ. എന്റെ കുട്ടൂസേ. നമ്മള് കാശ്മീരിലെ തണുപ്പ് ഒന്ന് ആസ്വദിക്കും. ശരിക്കും? ഇത്ര ഗതികെട്ട രണ്ടെണ്ണം ആരടാ? നിങ്ങൾ തന്നെ. അവൻ ഇട്ട് തന്ന 500 രൂപ കാശ് ആ ബാങ്കുകാർ മിനിമം ബാലൻസിൽ പറഞ്ഞോട്ട് പിടിച്ച്. പൊന്നമ്മേ നീ വീട്ടിൽ പോയി ബ്രിഡ്ജിനകത്ത് കാണാൻ കയറിയിരിക്കും. അതെ കറണ്ട് കാശ് കൂടും കേട്ടാ. ഒരു രൂപ പോലും ഇല്ലാതെ ഒളിച്ചോടാൻ വന്നോളല്ലോ അവൾ. അടക്കട്ടെ അങ്ങോട്ട്. ഞാനതല്ല ഇപ്പൊ ആലോചിക്കുന്നത്. എവിടെങ്കിലും ഒരു റൂമെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ. എന്റെ വീട്ടിൽ മുറിയുണ്ട്. ഉണ്ടോ? പക്ഷെ അത് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ പഠനമുറിയാ, അല്ലാണ്ട് യോയോ റൂം അല്ല. മൊബൈൽ എന്താണ്? പൊന്നൂസിന്റെ ഒരു ഫോട്ടോ എടുക്കട്ടെ. കാണാതെ പോയ സുരേന്ദ്രന്റെ ഭാര്യ തട്ടുകട ഫ്രണ്ട് ഇപ്പൊ മേണ വന്ന് വിളിച്ചോണ്ട്. ആരാ ഈ സുരേന്ദ്രൻ? അവിടെ ഭർത്താവ്.
ആന്നേ ഞാൻ കുട്ടൂസനാ. ഞാൻ ഇനി കുന്തത്തെ കൂടെ കയറി പോകാം. എടാ കുഞ്ഞാ, നിനക്കറിയാവോ എന്റെ ഭാര്യ എന്ന് പറഞ്ഞ എനിക്ക് ജീവനായിരുന്നു. അവളോടുള്ള സ്നേഹം എന്റെ രക്തത്തിലായിരുന്നു. അയ്യോ, എന്നിട്ട് എന്തിനാ അച്ചാച്ചൻ ഈ വക പണി ചെയ്യാൻ നിന്നത്? കഴിഞ്ഞ ആഴ്ച ഞാൻ എന്റെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്തു. ആ സ്നേഹം അതിന്റെ കൂടെ അങ്ങ് പോയി. മോനെ ഇയാളെ എന്നോട് പറഞ്ഞ എന്താണെന്നറിയാമോ? നീ എന്റെ ശ്വാസമായിട്ട് എപ്പോഴും കൂടെ വേണമെന്ന്. അച്ചാച്ചോ, എന്തുവാണ്? അച്ചാച്ചൻ അങ്ങനെ സ്പീച്ച് ചെയ്യായിരുന്നു? ഞാൻ അങ്ങനെ സ്പീച്ച് ചെയ്യില്ല. ഞാൻ സ്പീച്ച് ചെയ്തത് എനിക്ക് വലിവിന്റെ അസുഖമുണ്ട്, ഇൻഹെയിലർ ഉണ്ടെങ്കിൽ എടുത്തോളാന്നാ പറഞ്ഞത്. എന്റെ ദൈവമേ, ഇങ്ങനെ ഗതികെട്ട ഒരുത്തന്റെ കൂടാന്നല്ലോ ഞാൻ ഇറങ്ങി വന്നത്. എടി എനിക്കാണ് ഈ തെറ്റ് പറ്റിയത്. കൊച്ചി പിച്ചാത്തി പേടിച്ചിട്ട് അറക്കവാളിനെ കൊണ്ട് ഒളിച്ചോടാൻ പോയ എന്നെ വേണം പറയാം. എടാ കുഞ്ഞെ, അല്ലെങ്കിൽ കൊച്ചിന് വെച്ചതെങ്കിലും എന്തെങ്കിലും ഇവിടെ കറി വെച്ച് എടുത്തോണ്ട് വരണ്ടായിരുന്നോ? അത് ശരിയാ. അയ്യോ, അതെടുത്തിട്ടുണ്ട്. കൊച്ചിന് കരുതി വെച്ച ഞാൻ എടുത്തിട്ടുണ്ട്. ഉണ്ടോ? ഉണ്ട്. എന്റെ പൊന്നൂസേ, എന്റെ കുട്ടൂസേ, കല്യാണത്തിന് എടുത്തു വെച്ച സ്വർണവും കൊണ്ടാ അവള് വന്നിരിക്കുന്നേ. ചുമ്മാരിടേ, നിന്റെ 500 ഗുണം അങ്ങ് വേണ്ട. ആ അങ്ങനെയാ പറഞ്ഞേ. അമ്മച്ചി, നിന്നെ അവള് പ്രസവിച്ചാന്നോടാ? പിന്നെ നീ ആർക്കും അമ്മച്ചിന്ന് വിളിക്കുന്നു? നീ എന്തൊരു വേലത്തര വേണ്ടേ? നിന്റെ ഈ പാട്ട വണ്ടി എടുക്കുന്നോ? ഒരു 20 ലക്ഷം രൂപ അങ്ങോട്ട് അങ്ങ് തരും. അയ്യോ അതെന്റെ ചോറാണ്. കറിക്കുള്ളത് ഞാൻ തരുവടാ. ചോറ് തരുന്നോ? അതെ, ഈ ഒരു പാക്കറ്റ് ഹെൽത്ത് മിക്സ് കൊടുത്ത അവൻ ഡോറ് തരുവാ. ആ, നമുക്കുണ്ടാവുന്ന കൊച്ചിന് കൊടുക്കാനുള്ള ഹെൽത്ത് മിക്സ് ഞാൻ ഇപ്പോഴേ എടുത്ത് വെച്ചേക്കുവല്ലേ. ആദ്യം തല ചായ്ക്കാൻ ഒരിടം, അത് കഴിഞ്ഞിട്ടോ ആലോചിക്കാം കുഞ്ഞിന്റെ കാര്യം. എന്റെ സുമയുടെ അമ്മേ വന്നോളാം മോനെ. മോനെ 20 ലക്ഷം രൂപ എപ്പോ തരും? മനസ്സിലായില്ല. അല്ല, എന്റെ ലോറി മേടിച്ചിട്ട് ഒരു 20 ലക്ഷം രൂപ തരാന്ന് പറഞ്ഞായിരുന്നല്ല. അത് ഉള്ളവരെ ആരെങ്കിലും കണ്ടുപിടിച്ച് ഞാൻ കൊണ്ട് തരാം. ഇപ്പൊ എന്നെ വിശ്വസിച്ചിറങ്ങി വന്നവളാ ഇവള്. എനിക്ക് ഇവിടെ കയ്യും പിടിച്ച് ജീവിതകാലം മുഴുവൻ ഇങ്ങനെ നടക്കണം. ആ ബുക്ക് മുഴുവൻ എഴുതി തീർത്തിട്ടും ബൈൻഡ് എഴുതാനുള്ള പരിപാടിയാ. പൊട്ടാസ് നോക്കിനകത്തിരുന്ന് പൊട്ടിയില്ലെങ്കിലും നമ്മളതെടുത്ത് കല്ലേലെങ്കിലും ഒന്ന് ഇടിക്കത്തില്ലോടാ. ഇത് ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ രണ്ടുപേരും കൂടി എന്റെ ഒപ്പം വന്നു കഴിഞ്ഞാൽ നിങ്ങളെ എത്തിക്കേണ്ടടുത്ത് ഞാൻ എത്തിച്ചു തരാം. ഓ നോക്കി പോലീസ് വല്ലതും പിടിച്ചാലോ? പിന്നെ ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിച്ചിട്ട് പോലീസ് പിടിച്ചിട്ടില്ല. ലൈസൻസ് ഇല്ലാതെ എങ്ങനെ വണ്ടി ഓടിക്കൂടാ? 3 വർഷമായിട്ട് കണ്ണ് കാണാൻ പാടില്ലാണ്ട് ഞാൻ വണ്ടി ഓടിക്കുന്നത്. പിന്നെ അല്ലേ ലൈസൻസ്. നീ ഞങ്ങളെ എവിടെ കൊണ്ട് കളയാൻ പോവാ? തപ്പി പിടിച്ചിട്ടാണെങ്കിലും ശരി, അച്ചാച്ചന്റെ വീട്ടിലും അമ്മച്ചിയുടെ വീട്ടിലും ഞാൻ എത്തിച്ചിരിക്കും. സുമയുടെ അമ്മ രതീഷിന്റെ അച്ഛൻ ഇനി തൊട്ട് അങ്ങനെ സ്പീച്ച് ചെയ്യാ മതി. നല്ലായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. നിങ്ങളുടെ റൊമാൻസ് കിടുക്കി. ഡ്രൈവർ ചേട്ടൻ പൊളിച്ചു. അല്ല, നല്ല ഇവരുടെ റൊമാൻസ് ആണോ? നല്ലായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. അവരെ കൊറേ വർഷം പുറകോട്ടങ്ങ് പോയി. പോയ പോലെ. സത്യം പറ ചേട്ടാ, നിങ്ങൾ പ്രേമിച്ചിരുന്ന സമയത്ത് ഇതുപോലെ ഇങ്ങനെ സ്ട്രോ ഇട്ട് കുടിച്ചിട്ടുണ്ടോ? ആ കുടിച്ചിട്ടുണ്ട്. കരിക്കൊക്കെ മേടിച്ച്. അല്ലല്ലേ? അപ്പോഴും കുട്ടൂസ് എന്നാണ് വിളിച്ചിരുന്നത് സനീഷ് ചേട്ടനെ. എന്നെ വിളിച്ചിരുന്നേ? അന്ന് വിളിച്ചൊന്നും പറയാൻ പറ്റത്തില്ല. അതെ, പിന്നെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേക്കാം. ഇങ്ങനെ സ്ട്രോയിട്ടൊക്കെ കുടിച്ച് ഇവരെ ഒന്നിച്ച ഭാര്യ ഭർത്താക്കന്മാരാണ്. ഇവർക്ക് പിള്ളേരും ഉണ്ട്. ഇനി പറഞ്ഞോട്ടെ, ഇല്ലേ ഈ കട്ടാണ് പോകുമ്പോ വേറെ ആയി പോയാലോ? അല്ല ഞാൻ ചോദിക്കുന്നത് ചേച്ചീനെ എന്താ വിളിച്ചോണ്ടിരുന്നേ? സച്ചു. അതറിയാം, ഇപ്പോഴങ്ങനെ വിളിക്കുന്നത്. ആണോ? ശ്വേത ചേച്ചി ക്യൂട്ട്ലി they did. And you know, നിങ്ങളുടെ ആ ഒരു ഭയങ്കര ക്ലാരിറ്റി ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ആദ്യം തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഇവിടെ വന്ന് പെർഫോം ചെയ്യും, നിങ്ങളുടെ സ്ക്രിപ്റ്റില് പഞ്ച് ലൈൻസ് ആർ വെരി ഗുഡ്. ഭയങ്കര നല്ല പഞ്ചസ് ആണ്. നന്നായി ട്രക്ക് ഡ്രൈവർ എന്ന് പറഞ്ഞാൽ സൂപ്പർ. ഇങ്ങനെ ഒരു ഹെൽപ്പ് കിട്ടുന്ന ഒരാളുണ്ടെങ്കിൽ ആ ഏത് കുരുവികളും പറന്നു പോകും. സത്യം പറയാണ്. യുനോ, സോ എന്തായാലും വെരി നൈസ്, വെരി ക്യൂട്ട്, വെരി ക്യൂട്ട്. ഓൾറൈറ്റ്, അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ഒളിച്ചോട്ടത്തിന് നിങ്ങൾക്ക് എത്രത്തോളം ചിരിച്ച് ഞങ്ങൾ ബാറ്ററി ചാർജ് കയറ്റി എന്നുള്ളത് നമുക്ക് നോക്കാം. പണമൊഴുകണ കടി പറന്നിറയേണ്ട ചിരി ചിരി പല ചിരി ധൃതതും തനതാളത്തിൽ ഞാൻ കരനിറയെ പണമൊഴുകണ കളി പറന്നിറയേണ്ട ചിരി ചിരി പല ചിരി ധൃതതും തനതാളത്തിൽ സന്തോഷത്തോടെ തരാം. അപ്പൊ എങ്ങനെയാ നമുക്ക് ഡൽഹി പോണ്ടേ? രാമോജി ഫിലിം സിറ്റി കാണാൻ പോണ്ടേ? തീർച്ചയായിട്ടും. എങ്ങനെ പോകും? നമ്മുടെ കോമഡി മാസ്റ്റേഴ്സിലെ എല്ലാ സ്കിറ്റ്സും നമ്മളെങ്ങനെ പിടിച്ചിരുത്തി ചിരിപ്പിച്ചുള്ള സ്കിറ്റ്സ് ആണ്. അതിൽ ചിലതൊക്കെ നമ്മളെ ഇമോഷണലി ടച്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ അടുത്തത് ശരിക്കും അങ്ങനെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണെന്ന് പറയാം.
ചേച്ചി കൂടുതൽ അറിയാൻ വേണ്ടിട്ട് നമുക്കൊരു വീഡിയോ കണ്ടാലോ? ഓ ഓക്കെ പ്ലീസ്. ഒരു കത്ത് കോമഡി മാസ്റ്റേഴ്സിനെ തേടിയെത്തി. വർഷങ്ങളായി ഓരോ എപ്പിസോഡും കാണുമ്പോൾ ചിരിച്ച, ചിലപ്പോൾ കണ്ണുകൾ നിറഞ്ഞ ഒരാളുടെ കത്ത്. വിറയ്ക്കുന്ന കൈകൾ കൊണ്ട് എഴുതിയ ആ കത്തിൽ ഒരൊറ്റ ആഗ്രഹം മാത്രം: കോമഡി മാസ്റ്റേഴ്സിൽ പങ്കെടുക്കാൻ ഒരവസരം. ആ കത്ത് വഴികൾ മറികടന്നു, ദൂരങ്ങൾ പിന്നിട്ടു, അവസാനം ശരിയായ കൈകളിലെത്തി. ഇന്ന് ആ കത്തിന് ഞങ്ങൾ മറുപടി നൽകുന്നു സ്നേഹത്തിന്റെ ഭാഷയിൽ. ചേച്ചി, നമ്മുടെ കോമഡി മാസ്റ്റേഴ്സിലേക്ക് ഒരു കത്ത് വന്നിരിക്കുകയാണ്. ലിറ്ററലി ഒരു കത്ത് വന്നിരിക്കുന്നു. ആൻഡ് കത്തിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന നമ്മുടെ അതിഥികൾ ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് വിളിക്കാം. അപ്പൊ നമുക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം വത്സലാമ്മ ആൻഡ് രഞ്ജിത്ത്. ഹലോ ഹലോ. ഓ, എന്താ എനർജി. ഹായ് അമ്മ, ഇവിടെ ഞങ്ങൾ എല്ലാരും ഉണ്ട് കേട്ടോ. നമസ്കാരം. അങ്ങനെ ഒരു വലിയ സ്വപ്നം നടക്കാൻ പോവാണല്ലേ? എന്റെ സന്തോഷത്തിലാ. അതിന്റെ സന്തോഷത്തിലാ. അടിപൊളി. ശരിക്കും അമ്മ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ഈ ഒരു കാലഘട്ടത്തിൽ ഇപ്പം വാട്സാപ്പ് ഉണ്ട്, മെസ്സേജിങ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് ഒരു കത്ത് എഴുതി അങ്ങ് വിടുകയാണ്. ഒരുപാട് ആഗ്രഹങ്ങൾ പറഞ്ഞിട്ടൊരു കത്ത്, അത് എത്തുമെന്നോ നടക്കുമെന്നോ എന്നൊക്കെ പ്രതീക്ഷ ഉണ്ടായില്ല. ആഗ്രഹം മനസ്സ് ആഗ്രഹം ഉണ്ടായിരുന്നു, ഇത് സഫലമാകണേന്നും ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഈ കത്ത് അവിടെ എത്തും. വെറുതെ ഡയറക്ടർ അമൃത TV ചളിക്കവട്ടെന്ന് മാത്രമേ ഞാൻ വെച്ചോളൂ. ഇതാരപ്പ രഞ്ജിത്ത് ആരാണ്? ചെറുമകനാണോ? അല്ലല്ല, ഇതെന്റെ മകളുടെ ഹസ്ബൻഡാ. ഓ, അത് ശരി. അടിപൊളിയാ. എന്റെ മോനാ. അപ്പഴേ അമ്മ ഇപ്പൊ മരുമോനൊക്കെ ഉണ്ടല്ലോ, അപ്പൊ മരുമോന്റെ അടുത്തൊക്കെ ഒന്ന് പറഞ്ഞിട്ട് നമുക്കിടാ അമൃത ടിവിയുടെ നമ്പർ എന്തേലും എടുക്ക്, നമുക്കൊന്ന് ഫോൺ വിളിക്കാം എന്നൊക്കെ പറയായിരുന്നല്ലോ. അല്ല, മോനാ എന്നും വരൂല വീട്ടില്. തന്നെ വല്ല എന്റെ മോനുണ്ടല്ലോ, അമ്മയ്ക്ക് വെറുതെ ഇരുന്നൂടെ എന്നൊക്കെ ചോദിക്കും. അങ്ങനെ ചോദിക്കും. അതുകൊണ്ടാ കത്ത് എഴുതിയത്. അപ്പൊ കിട്ടുവാണെങ്കിൽ അറിയിച്ചാ മതിയല്ലോ. ബുദ്ധിമുട്ടിക്കാതല്ലേ. ഓ, അപ്പൊ ആരോടും പറയാതെയാണോ ഈ കത്ത്? അതെ. ആണോ? ഈ ആഗ്രഹം കൊച്ചു നാള് തൊട്ടിട്ട് തന്നെ ഉണ്ടായിരുന്നു? അതല്ല ശ്വേതാമ്മ, നമ്മള് ഇത് ഒരു പരിധി വരെ പണ്ടൊക്കെ പഴയ മാമൂലില് നമ്മളെ വളർത്തുമ്പോഴേ വലിയ കുട്ടിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റേജ് പ്രോഗ്രാമിനൊന്നും അവതരിപ്പിക്കാൻ വിടൂല. അപ്പൊ നമുക്കൊന്നും അന്ന് TV റേഡിയോ ഒന്നും ഇല്ല. അയലത്തെ വീട്ടിലെ പാട്ട് കേട്ട് അറിയാവുന്ന രീതിക്കൊക്കെ പഠിച്ച് ഡാൻസ് ഒക്കെ ചെയ്യുമായിരുന്നു. അപ്പൊ സ്റ്റേജ് പ്രോഗ്രാമിലൊക്കെ നമ്മൾ അവതരിപ്പിക്കാൻ എവിടെയെങ്കിലും ഒന്ന് പോകാന്ന് നോക്കുമ്പോഴേക്കും അച്ഛൻ വിലക്കും. പെൺകുട്ടികൾ അങ്ങനെ നടന്നുകൂടാന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിങ്ങനെ ആഗ്രഹം മനസ്സിൽ കിടന്ന് ഭയങ്കര ഇതാവുമായിരുന്നു. അപ്പൊ ഇപ്പൊ ഇവിടെ ഒരു വേദിയിൽ വന്ന് നിക്കുകയാണ് അമ്മ അല്ലേ? അപ്പൊ അമൃത TV ഇങ്ങനെ ഏവർക്കും പങ്കെടുക്കാന്നൊക്കെ ഒരു ചെറിയ ഇങ്ങനെ എഴുതി കാണിക്കുമല്ലോ. അപ്പൊ ഞാൻ ബൈ ചാൻസ് അയച്ചു നോക്കിയതാ, കിട്ടി. കണ്ടാ? എന്നിട്ട് ഇവിടുന്ന് ആൾക്കാര് റെസ്പോണ്ട് ചെയ്തില്ലേ? ഇവിടുന്ന് ഒരു കോള് വന്നില്ലേ? ഇവിടുന്ന് വിളിച്ചു. അപ്പോ എല്ലാരോടും പോയി പറഞ്ഞു. എന്തായിരുന്നു അപ്പോഴത്തെ ഒരു? അല്ല, അപ്പൊ ഞാൻ എന്നാ വരണ്ടേ സാറേ എന്ന് ചോദിച്ചു കൺഫേംഡ് ആക്കിയിട്ട മക്കളുടെ അടുത്ത് പോയി പറഞ്ഞു. അപ്പൊ അവരെന്ത് പറഞ്ഞു? അപ്പൊ അവര് പറഞ്ഞു സപ്പോർട്ടായിരുന്നു. ഈ മോനും പറഞ്ഞു അമ്മ സ്കിറ്റ് എഴുതിക്കോ, അല്ലെങ്കിൽ ആരെങ്കിലും എഴുതിയത്. അപ്പൊ മോൻ സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞു. ചെറിയ ജോലിയുണ്ട്, അപ്പൊ ലീവ് കിട്ടണമല്ലോ. എന്ത് ചെയ്യുന്നു രഞ്ജിത്ത്? എന്ത് ചെയ്യുന്നു? ഞാന് അമൃത ഹോസ്പിറ്റലിൽ തന്നെ വർക്ക് ചെയ്യാണ്. അവിടെ മെറ്റീരിയൽസ് ഡിപ്പാർട്ട്മെന്റിലാണ് വർക്ക് ചെയ്യുന്നത്. അടിപൊളി അടിപൊളി. അമ്മയ്ക്ക് കലാകാരിയാവണമെന്നാണ് ആഗ്രഹം. അതെ, ചെറുപ്പനാൾ തൊട്ട് കലാകാരിയാവണം. അവസാനം ഈ വയസ്സിൽ സാധിച്ചല്ലേ? അതാണ് ട്രൈ അഗൈനല്ലോ. അമ്മ നേരത്തെ പറഞ്ഞില്ലേ പണ്ട് അമ്മയുടെ അച്ഛനൊന്നും നമ്മളെ പുറത്തേക്ക് പരിപാടിക്കൊന്നും വിടൂലാർന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഇപ്പോഴത്തെ പെൺകുട്ടികളോട് എന്താ പറയാനുള്ളത്? ഇപ്പോഴത്തെ പെൺകുട്ടികളോട് എനിക്ക് 2 പെൺകുട്ടികളുണ്ട്. അവരെ ഞാൻ എല്ലാം കലാപരമായിട്ട് പഠിപ്പിച്ചത്. മോഹം സഫലമാകാൻ വേണ്ടി കഥകളി, ഓട്ടംതുള്ളല്, ഭരതനാട്യം, കുച്ചിപ്പടി, നാടോറത്തെ ഒക്കെ എന്റെ മക്കളെ പഠിപ്പിച്ചിട്ടുണ്ട്. ശരിക്കും ശ്വേത ചേച്ചി, എനിക്ക് അമ്മയുടെ ഇത് മനസ്സിലാവും. കാരണം എന്റെ അമ്മുമ്മ, എന്റെ ഉമ്മയുടെ ഉമ്മ വളരെയധികം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഒരു സ്റ്റേജിൽ വന്നിട്ട് പാട്ട് പാടാന്നുള്ളത്. എനിക്ക് ആദ്യമായിട്ട് ഡാൻസ് പഠിച്ചിരുന്ന എൻ്റെ ഉമ്മുമ്മയാണ്. അപ്പോൾ ശരിക്കും ഗ്രാൻഡ് മദേഴ്സിന്റെ ഒരു അനുഗ്രഹം, പ്രോത്സാഹനം എന്ന് പറയുന്നത് എന്നും നമ്മുടെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹം തന്നെയായിരിക്കും. ആൻഡ് അമ്മയ്ക്ക് ഇപ്പോ അമ്മയുടെ ആഗ്രഹപ്രകാരം ഈ ഫുൾ വേദി കണ്ടോ, ചെറുപ്പത്തിലേക്ക് എങ്ങനെയായിരുന്നെന്ന് അറിയോ? സിനിമയിൽ അഭിനയിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു.
അപ്പൊ ഞാൻ ഇതുപോലെ ഇങ്ങോട്ട് അയച്ച പോലെ തന്നെ ഒരു ഫാസിൽ സാറിന്റെ നമ്പർ കണ്ടപ്പോ ചെറുപ്പത്തിലെ ഫാസിൽ സാറിന് എഴുതി. അപ്പൊ അവരിങ്ങോട്ട് എനിക്ക് കത്ത് എഴുതി. കോയമ്പത്തൂരൊക്കെ അന്ന് ബസ് നമ്പർ അല്ലേ, അന്ന് എനിക്ക് 14 വയസ്സുള്ളൂ. ഇന്ന കോയമ്പത്തൂർ വന്നിട്ട് ഇന്ന ബസ് നമ്പർ കയറി വരാൻ പറഞ്ഞു. അപ്പൊ എല്ലാരും പേടിപ്പിച്ച് അടിച്ചോണ്ട് പോവാനാന്ന് പോയില്ല. അപ്പൊ ഒരു കാര്യം കൺഫേം ആയി, അമ്മയ്ക്ക് ഭാഗ്യമുണ്ട്. അമ്മ ആരാർക്കോ കത്തെഴുതിയോ അവര് ഉത്തരം കൊടുത്തിട്ടുണ്ട്. അപ്പൊ അമ്മ ഇനി നോക്കിക്കോളൂ, ഇത് കഴിഞ്ഞ ഒരു സിനിമ വരികയാണ്. എനിക്ക് കിട്ടണം. എനിക്ക് മോഹൻലാലിന്റെ എല്ലാരും അമ്മയായിട്ട് അഭിനയിക്കണം. ഓക്കെ, അപ്പൊ അതൊക്കെ നടക്കട്ടെ. അതിന് മുമ്പായിട്ട് നമുക്ക് ഇവിടെ പൊളിക്കണ്ടേ? റെഡി അല്ലേ ചേച്ചി? ബാറ്ററി നമുക്ക് ഓൺ ചെയ്തു. ബാറ്ററി ഓൺ. യെസ്. അപ്പൊ ഓൾ ദി വെരി ബെസ്റ്റ്. ഓൾ ദി വെരി ബെസ്റ്റ് കേട്ടോ. ആരാ? അമ്മച്ചായിരുന്നു. എന്താ ഇവിടെ? എടാ, നിനക്ക് ഗാനമേളയാണോ നാടകമാണോ ഇഷ്ടം? അതെന്താ അമ്മച്ചി അങ്ങനെ ചോദിച്ചാ? അല്ല, എന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ട് 1 വർഷമായേ. അതിന്റെ വാർഷിക ആഘോഷിക്കുമ്പോ നീ എന്താ അവതരിപ്പിക്കണേന്ന് അറിയാൻ. അങ്ങനെയാണെങ്കിൽ നാടകം മതി. നിന്റെ നാടകം എടാ, എനിക്കൊരു ഹൃദയം ഉണ്ടായിപ്പോയി, അതിലിത്തിരി അനുഭവം. അറിഞ്ഞില്ല അമ്മച്ചി, ഞാൻ അറിഞ്ഞില്ല. അമ്മച്ചി ഒരു ഹാർട്ട് പേഷ്യന്റ് ആണുണ്ടായിരുന്നു, ഞാൻ അറിഞ്ഞില്ല. കേട്ടവനെ, എന്റെ മനസാക്ഷിയുടെ പേരിൽ നീ കരഞ്ഞ് കാല് പിടിച്ചപ്പോ പൈസ എടുത്തു വന്നു. ഇപ്പൊ 1 വർഷമായിട്ട് എനിക്ക് പലിശയില്ല, മുതലും ഇല്ല. അത് ഞാൻ പറയുന്ന ഡയലോഗ് അല്ല. ഏത് ഡയലോഗ്? അല്ല, ഇപ്പൊ എന്റെ പൈസ ഇല്ല, മുതലും ഇല്ലെന്ന്. അതെ, നിന്റെ കയ്യിൽ പലിശ മുതലും ഇല്ലെങ്കിലേ ഞാൻ വാങ്ങിച്ചോണ്ടേ പോളേടാ. 1 മാസത്തെ പലിശയെങ്കിലും നിനക്ക് തരാൻ വയ്യായിരുന്നോടാ. അമ്മച്ചി, അമ്മച്ചിയുടെ യഥാർത്ഥ പേരെന്തുവാ? എന്റെ പേര് നിനക്കറിയില്ല? എന്തുവാ? അത് ഇച്ചിരി കൂടിയ പേര്, മൃണാളിനി കൃഷ്ണകുമാർ. കൊരവള്ളി കൊട്ടിപ്പോയി. മൃണാളിനി കൃഷ്ണകുമാർ അല്ല, മൃണാളിനി കൃഷ്ണകുമാർ. എനിക്ക് എഴുതാൻ അറിയാവുന്ന പേര് വല്ലതായിരുന്നെങ്കിൽ ഞാനിത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, വല്ല ആത്മഹത്യം ചെയ്താ. നിന്നെ ഞാൻ ചാകാൻ വിടാ. ആട്ടെ, നീ എന്തിനാ എന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചത്? ഞാൻ അമ്മച്ചിയുടെ 1 ലക്ഷം രൂപ മേടിച്ചു. ഇത് ഞാൻ മേടിച്ച് എന്ത് ബിസിനസ് എന്ന് ആലോചിച്ചു വന്നപ്പോഴത്തേക്കും 50,000 രൂപ അങ്ങ് തീർന്നു. ഒരു ബിസിനസിനെ കുറിച്ച് ആലോചിച്ചു വന്നപ്പോ 50,000 രൂപ നഷ്ടപ്പെട്ടു. അതെങ്ങനെ? ഞാന് ഹോട്ടൽ മെർമേഡിൽ റൂം എടുത്തിരുന്ന അങ്ങ് ആലോചിച്ചത്. മർമൈഡിലിരുന്ന് ആലോചിച്ച് 50,000 രൂപ തോലച്ച്. ബാക്കി 50,000 രൂപ ഉണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് നിനക്ക് ബിസിനസ് ചെയ്തുകൂടായിരുന്നു. ഈ 50,000 രൂപ നഷ്ടപ്പെട്ട കുറ്റബോധത്തിന് ബാക്കി 50,000 എന്റെ അങ്ങ് തീർന്നു. ഭഗവാനെ, കുറ്റബോധം വന്ന 50,000 രൂപ നഷ്ടപ്പെടുവോ? അത് അമ്മച്ചി, ഈ കുറ്റബോധം വന്ന 2 പെഗടിക്കാത്ത ആണുങ്ങൾ ആരാ ഉള്ളത്? അപ്പൊ 1 അടിച്ചു, 2 അടിച്ചു, 3 അടിച്ചു, 5 അടിച്ചു, 6 അടിച്ചു. അവസാനം എന്റെ ബോധം അങ്ങോട്ട് പോയി. അപ്പൊ ചുരുക്കം പറഞ്ഞ 1 ലക്ഷം രൂപ മേടിച്ച് നീ മെർമേഡിൽ മുറിയെടുത്ത് കള്ളു കുടിച്ച് നശിക്കുവായിരുന്നു. എടാ, ഇതിന് ഞാൻ നിന്നോട് ക്ഷമിക്കില്ല. എന്റെ മനസാക്ഷി ഒരു ശവം പോലും. ഞാനേ എന്നാൽ അതുവരെ ഞാൻ വെയിറ്റ് ചെയ്യാം. ഏതുവരെ? അല്ല, അമ്മച്ചി ശവാകുന്നോടം വരെ. എടാ, നിനക്ക് ഈ ബിസിനസ് തുടങ്ങിയ നേരത്ത് വല്ല കൃഷിപ്പണി നോക്കാൻ മേലായിരുന്നു. ഇതിനു മുമ്പ് ഇതുപോലെ 1 ലക്ഷം രൂപ ഞാൻ മേടിച്ച്. അയ്യോ, എന്നിട്ട് ഞാൻ കൃഷിപ്പണി തുടങ്ങി. പക്ഷെ ചാണകം ഇറക്കി നഷ്ടത്തിലായി. ചാണകം ഇറക്കുന്ന പശുവിന്റെ ജോലിയല്ലേ? നിന്റെ ചാണകം എന്തിനിറക്കിയോ? അതല്ല അമ്മച്ചി, ഈ 1 ലക്ഷം രൂപ മേടിച്ചിട്ടെ അതിന് ഞാൻ 90,000 രൂപയ്ക്ക് ചാണകം ഇറക്കി. അയ്യോ, നീ എന്തിനാ ചാണകം ഇറക്കാൻ പോയേ? ഇവിടെ ആവശ്യത്തിന് ചാണകം ഉണ്ടായിരുന്നല്ലോ. ഇവിടെ ചാണകോ? പിന്നെ എവിടെ? നിന്റെ തല നിറച്ച് ചാണകമല്ലേ, അല്ലെങ്കിൽ ഇതുപോലത്തെ മണ്ടത്തരം കാണിക്കും. അമ്മച്ചി, ഒരു കാര്യമുണ്ട്. ഇറക്കിയ ചാണകം ഞാൻ അങ്ങോട്ട് തിരിച്ചു കയറ്റണോന്ന് വിചാരിച്ചതാ. അതിന് പശുവിന്റെ സമ്മതം വേണ്ടേ? അതല്ല ഞാൻ വിചാരിച്ച. ഞാൻ ഇങ്ങോട്ട് ഇറക്കിയ ചാണകം ഉണ്ടല്ലോ, പാർട്ടിക്ക് അങ്ങോട്ട് തിരിച്ചു കയറ്റി വിടണമെന്ന് ഞാൻ വിചാരിച്ചതാ. എന്നിട്ട് നീ കയറ്റി വിട്ടോ? അവന്മാരെന്നോട് പറയാ 1000 രൂപ കുറച്ചേ തരുവുള്ളെന്ന്. അയ്യോ, എന്നിട്ട് നീ എന്ത് ചെയ്ത്? ഞാൻ സമ്മതിച്ചില്ല. ആ ചാണകം വീടിന്റെ ഫ്രണ്ടിൽ കൂട്ടിയിട്ടിട്ടുണ്ട്. അമ്മച്ചി എങ്ങനെ തല തല്ലി ഇങ്ങനെ ചാൻ പോണ? മണ്ടനായ നിനക്ക് 1 രൂപ തന്ന് ഞാന് ചീത്തപ്പേര് കേൾക്കണേലും ബന്ധം ഞാൻ സ്വയം ശിക്ഷിച്ചപ്പോ. അമ്മച്ചി പോയിട്ട് 2 ദിവസം കഴിഞ്ഞു പോവാ. ഈ 2 ദിവസം കഴിഞ്ഞു വരുമ്പോ ഞാൻ വേറെന്തെങ്കിലും നുണ ആലോചിച്ച് വെക്കാം. എടാ മണ്ട ചെറുക്കോ, ഉള്ള നുണ പറഞ്ഞ എന്നെ കൊലക്കാനുള്ള പണിയാണെങ്കിൽ എന്റെ താനി കൊണം നീ അറിയും. എന്റെ പൈസക്ക് വരെ ഞാനും എന്റെ ഭർത്താവും കൂടി നിന്റെ വീട്ടിലേക്ക് കയറി പൊറുക്കുവേ. എന്നാലേ ഞാൻ എന്റെ ഈ ഷർട്ട് അങ്ങോട്ട് ഊരി തന്നേക്കാം. നിന്റെ വീട്ടിൽ കയറി പൊറുക്കുന്ന ഷർട്ട് എന്തിനാണ്? അല്ല, എന്റെ വീട്ടിൽ കുറച്ച് തുണി കിടപ്പുണ്ട്, അതും കൂടെ നിങ്ങൾക്ക് അങ്ങ് അലക്കാവല്ലോ.
അത് നിന്റെ കൊള്ളാം. പക്ഷേ ഞാൻ നിനക്ക് പൈസ ഉണ്ടാക്കാനും നിന്റെ വീട്ടിലേതായാലും തുണി അലക്കാൻ ആളില്ലല്ലോ, അതിനൊരു നല്ല മാർഗം പറഞ്ഞു തരട്ടെ. നീ ഏതായാലും പോയി ഒരു കല്യാണം ആലോചിക്ക്. അപ്പൊ ആ കല്യാണം ആലോചിക്കുമ്പോ നിനക്ക് സ്ത്രീധനം കിട്ടും. അപ്പൊ എനിക്ക് ആ സ്ത്രീധനത്തിൽ നിന്ന് മുതലും പലിശയും കിട്ടും. നിനക്ക് വീട്ടിൽ തുണി അലക്കാൻ ഒരു പെണ്ണുമാവും. നല്ല ഐഡിയ. അപ്പൊ ഞാൻ ഒരു കാര്യം പറയട്ടെ, അമ്മച്ചിക്ക് സുന്ദരിയായ ഒരു മോളില്ലേ, ആ മോളെ ഇങ്ങ് കെട്ടിച്ചാ അപ്പൊ അമ്മച്ചിക്ക് പലിശയും കിട്ടും, എനിക്കൊരു കല്യാണവുമായി. അത് ഞാൻ ഇപ്പൊ തന്നെ തരാവടാ. ഇപ്പൊ എന്റെ പലിശ കിട്ടി. ഇനി മുതലിനായിട്ട് എന്റെ കെട്ടിയവൻ ഇങ്ങ് വരും 2 ദിവസം കഴിയുമ്പോ. അപ്പൊ നിനക്ക് മുതലിന് വരാം. അമ്മച്ചി അയ്യോ എന്താ ഒരുപാട് ഒരു പ്രൗഡ് മൊമെന്റ് ആണ് നമ്മുടെ കോമഡി മാസ്റ്റേഴ്സിന്റെ ഈ ഫുൾ ക്രൂന്. ബിക്കോസ് ഇന്ന് വരെ ഒരു വേദി കിട്ടാത്ത ഒരാള് ഇത്രേ വലിയൊരു കോമ്പറ്റീഷന്റെ ഭാഗമാവുക, അത് ഇത്രേ വലിയ ഡയലോഗ് ഓർക്കുക, ക്യാരക്ടർ പിടിക്കുക, അതിന് എന്താ പറയാ ഒരു എക്സ്പ്രഷൻസ് ഇങ്ങനെ വാരി കോരി ഇടുക, അതിന് സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളുടെ മരുമകൻ വരികയാണ്. മോളോ മോനോ ഒന്നല്ല, മരുമകന്. സൂപ്പർ സൂപ്പർ. അത് യുനോ ഫ്രം എവ്രിബഡി വി ഗിവ് എ ഹ്യൂജ്. അമ്മച്ചി നമുക്ക് തന്ന ഒരു ഭയങ്കര പ്രൗഡ് ഫീലിംഗ് ആണ്. ബിക്കോസ് ഒരു ഫാമിലി കാണുമ്പോൾ ഏറ്റവും വലിയൊരു ഫൗണ്ടേഷനാണ് നിങ്ങളുടെ ജനറേഷൻ നമ്മൾക്ക് തന്ന ഒരു പ്രൗഡ് ഫീലിംഗ്. യുനോ എത്രയോ മലയാളികൾ ഇത് കാണുകയാണ്, എത്രയോ ആൾക്കാർക്ക് നിങ്ങൾ ഹോപ്പ് കൊടുത്തു. ആസ് എൻ ആർട്ടിസ്റ്റ് സൂപ്പർ അമ്മ. താങ്ക് യു സോ മച്ച് അമ്മ. ഇന്ന് നമ്മൾ എല്ലാവരും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഒരു നല്ലൊരു മലയാളം സിനിമ, നല്ലൊരു വലിയ സൂപ്പർ സ്റ്റാറിൻ്റെ അമ്മ, മലയാളമാണെങ്കിൽ തമിഴാണെങ്കിൽ തെലുങ്കാണെങ്കിൽ കന്നഡ, ഏത് ഭാഷയല്ല, ഒരു ആർട്ടിസ്റ്റ് ഇസ് വെയിറ്റിംഗ് ഫോർ ദി ഫിലിം ഇൻഡസ്ട്രി. ഗോഡ് ബ്ലെസ് യു അമ്മ. താങ്ക് യു സോ മച്ച്. ഇതോടൊപ്പം തന്നെ എനിക്ക് തോന്നുന്നു മറ്റൊരു കാര്യം നമുക്ക് അമ്മയിൽ നിന്നും പഠിക്കാവുന്നതെന്ന് പറയുന്നത്, അവസരങ്ങൾ നമുക്ക് ഒരുപാട് അതെ നമ്മളെ തേടി, ചിലർക്ക് തേടി എത്തും അവസരങ്ങൾ. പക്ഷെ നമുക്ക് ഒരു വിശ്വാസമുണ്ട്, നമുക്കത് നേടണം എന്നുണ്ടെങ്കിൽ പരിശ്രമിക്കുക. അതാണ് അമ്മ നമുക്ക് പഠിപ്പിച്ചു തന്നത് ഇന്നത്തെ ഒരു ദിവസം. ഇനി ഒരു കാര്യം കൂടെ ഞാൻ ചോദിക്കട്ടെ, ഈ മകനെ എങ്ങനെ ഓഡിഷൻ ചെയ്തെടുത്തത്? ഈ മോനുണ്ടല്ലോ അമൃത മെഡിക്കൽ സയൻസിൽ വർക്ക് ചെയ്യുമ്പോൾ ഞങ്ങൾ കല്യാണം ആലോചിച്ച സമയത്ത് ഈ മോനും മോന്റെ അമ്മയും കൂടെ ചെറിയ ഇതൊക്കെ ചെയ്ത് ഞങ്ങളെ കാണിച്ചു തന്നു. മാത്രമല്ല ആ വീട്ടിൽ ഒരു അമ്മയുണ്ട്. അതെ, എനിക്ക് അമ്മ മരിച്ചിട്ട് ഇപ്പൊ 2 വർഷം കഴിഞ്ഞു. അതിനു മുമ്പ് വരെ ഞാനും എന്റെ അമ്മയും കൂടെ ഇങ്ങനെ റീൽസും കാര്യങ്ങളൊക്കെ ചുമ്മാ ചെയ്യുമായിരുന്നു. അമ്മ അതിനൊക്കെ ഭയങ്കര സപ്പോർട്ടാണ്. പക്ഷെ അമ്മ ഇപ്പൊ മരിച്ചുപോയി. അമ്മയ്ക്ക് ഇങ്ങനെ ഭയങ്കര ആഗ്രഹമായിരുന്നു എന്റെ ഒരു TV കാണണം എന്നൊക്കെ. അപ്പൊ നിങ്ങളുടെ അമ്മയാണ് ഇതെല്ലാം ചെയ്തു തന്നെ. അമ്മയുടെ അനുഗ്രഹവും ഈ അമ്മയും കൂടെ കിട്ടിയപ്പോഴത്തേക്കും കംപ്ലീറ്റ് ആയിരിക്കും. മരുമോനാണെങ്കിൽ എന്റെ മോനാണ്. അത് പറയുന്ന വലിയ താല്പര്യം മോനെന്നാ വിളിക്കണേ. അതെ, ഇന്നുവരെ പേര് വിളിച്ചിട്ടില്ല. എന്തായാലും മനോഹരമായ പെർഫോമൻസ് ആയിരുന്നു. ഇവിടെ ഞങ്ങൾക്ക് നമുക്ക് എല്ലാവർക്കും നിങ്ങളുടെ 2 പേരുടെ പെർഫോമൻസ് വളരെയധികം ഇഷ്ടപ്പെട്ടു. നല്ല ചിരിയാ. അമ്മയുടെ എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു. ആ ചിരിയെ കുറിച്ചാണ് പെൺകുട്ടികളൊക്കെ എന്നോട് പറയാറുണ്ട്. ഞാൻ ഇടയ്ക്കൊരു കണ്ണുണ്ട്. ആദ്യത്തെ കൊടക്കിട്ടുള്ള അടിയും അവസാനത്തെ കൊടക്കിട്ടുള്ള അടിയും ഒരു ചവിട്ടും അതിന്റെ ഭാഗമായി കൂടുന്നുണ്ടല്ലേ. അതെ, കൊള്ളാം. കൗണ്ടറുകളൊക്കെ അല്ലാണ്ട് തന്നെ വരുന്നല്ലോ. അപ്പൊ എന്തായാലും വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ് ഫാമിലി. ഇനി അങ്ങോട്ടേക്ക് നമ്മൾ ഒരുമിച്ച് അടിച്ചു പൊളിച്ച് പോകും. ഓക്കെ. പിന്നെ അല്ല ന്യൂജൻ ആന്നേ കണ്ടില്ല ഹൈഫൈ ഒക്കെ തന്നത്. ഇനി ബാറ്ററി എത്രത്തോളം ചാർജ് കയറി എന്നുള്ളത് നമുക്ക് നോക്കണ്ടേ? നോക്കാം ശരി ചേച്ചി. പണമൊഴുകണ കളി പറന്നിറങ്ങേണ്ട ചുരി ചുരി പല ചുരി താളത്തിൽ ഞാൻ 15,000 രൂപയാണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. ഇത് നേരെ കുടുംബത്തേക്ക് കൊണ്ടുപോവുക, അവിടെ ഇരിക്കുക, അടുത്ത സ്ക്രിപ്റ്റ് ആലോചിച്ച് എഴുതുക, കൗണ്ടറുകൾ കൂട്ടി വരണം. 15,000 രൂപ 50,000 രൂപയുടെ വിലയുണ്ട്. വേണം. ഓക്കെ അല്ലേ? ഈ പൈസ ഇപ്പൊ വേണോ നാളെ മതിയോ? അത് ശ്വേതാമാമിന്റെ ഇഷ്ടം. ശ്വേതാമാമിന്റെ ഇഷ്ടം. ഫ്ലോറിൽ കേറാൻ പറ്റിയല്ല. അതാണ് ഇപ്പൊ തന്നെ നമ്മൾ ചൂടോടെ തരും. തന്നു അമ്മ.
ക്രെഡിറ്റ് ആയി. അപ്പൊ നമ്മൾ വീണ്ടും കാണണം, വിളിച്ചിരിക്കും. അങ്ങനെയുണ്ടെങ്കിൽ ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പ് ഇന്നത്തെ മെയിൻ ആരാന്നുള്ളതാണ് നമ്മൾ അറിയാൻ പോകുന്നത്. ഇന്നത്തെ എപ്പിസോഡിൽ 2 മണി സ്കിറ്റ് ഉണ്ടായിരുന്നു. 2 മണി സ്കിറ്റിലെ 2 ടീംസും കിടിലമായിരുന്നു. ഒന്നും പറയാനില്ല, അടിപൊളി പെർഫോമൻസ്. ഒരുത്തർ ഒളിച്ചോട്ടമായിരുന്നു, വേറെ അമ്മ പലിശക്കുള്ള പൈസയൊക്കെ മേടിക്കാൻ പോയേക്കുമായിരുന്നു. അല്ലല്ല, ഒരിടത്ത് ഒളിച്ചോട്ടോ ഒരിടത്ത് ഒളിച്ചിരുന്നവരെ പിടിക്കാനും. കറക്റ്റ്, യു സെഡ് ഇറ്റ്. അത് നല്ലൊരു കൗണ്ടർ ആയിരുന്നു. എഴുതിയിട്ട് വെക്കാം. കൗണ്ടറല്ല, ഒരു മാറ്ററാണ്. ഓക്കെ, ഈ കണ്ടന്റ് തന്ന അഖിൽ നന്ദി പറഞ്ഞുകൊണ്ട് ചേച്ചി, ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പ് ഇന്നത്തെ മെയിൻ ആരാണ്? ഇന്നത്തെ മെയിനിന് ഞാൻ എന്താ പറയുക, ഒരു സ്റ്റാൻഡിങ് ഒവേഷൻ കൊടുക്കാനാണ് എനിക്ക് താല്പര്യമുള്ളത്. ഇതൊരു വിജയ കിരീടമല്ല, ഇതൊരു സ്വപ്നത്തിന്റെ കിരീടമാണ്. ഇത് ഒരു നേട്ടങ്ങളുടെ കിരീടമാണ്. ഇതൊരു എന്താ പറയാ, ആകാംക്ഷയുടെ കിരീടമാണ്. ഇത് നമ്മളുടെ വത്സലമ്മയുടെ കിരീടമാണ്. ഇത് വത്സലമ്മയുടെ ഒരു വിജയമാണ്. ഇത് നമ്മുടെ പ്രേക്ഷകരുടെ കോമഡി മാസ്റ്റേഴ്സിന്റെ ഈ ഒരു ടീമിന്റെ വിജയമാണ്. സത്യം പറയാണ്, സോ പ്രൗഡ്. ഈ ഒരു മൊമെന്റ് നമ്മൾ എല്ലാവർക്കും ഭയങ്കര ഒരു പ്രൗഡ് മൊമെന്റ് ആണ്. ഇതൊരു കാത്തിരിപ്പിന്റെ കിരീടമാണ്. സത്യം. ഇന്നത്തെ മെയിൻ കരനിറയെ പണമൊഴുകണ കളി പറന്നിറയേണ്ട ചുറ്റി ചുറ്റി പല ചുരി താളത്തിൽ ഞാൻ കരനിറയെ പണമൊഴുകണ കളി പറന്നിറയേണ്ട ചുറ്റി ചുറ്റി ഒന്ന് ചിരിച്ചേ. എന്റെ ചോറ്റാനിക്കരമ്മയ്ക്ക് ഭഗവതി എനിക്ക് തന്ന ഗിഫ്റ്റാണ്. അമ്മയ്ക്ക് ഈ കിട്ടിയ ഭാഗ്യം എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യം തന്നെയാണ്. ഞാൻ ചോറ്റാനിക്കരമ്മയെ 2 നേരം പോയി തൊഴുന്ന ആളാ. എന്റെ അമ്മയോട് രാവിലെ ഞാൻ പ്രാർത്ഥിച്ച പോന്ന്, അമ്മ എന്നെ മറന്നുപോയി നാണം കെടുത്തരുതേന്ന്. അയ്യോ, അമ്മേ ശരണം, അമ്മേ ശരണം, അമ്മേ ശരണം. അമ്മ, നാം പാതി ദൈവം പാതി എന്നല്ല പറയുന്നത്. ദൈവം 50% ഇട്ടു, ബാക്കി 50% അമ്മയുടെ കഴിവ് തന്നെയാണ് കേട്ടോ. അപ്പൊ അത് ചിരിച്ച് സന്തോഷത്തോടെ ഇനി അത് മുന്നോട്ടേക്ക് കൊണ്ടുപോകും, അത്ര മാത്രമേ ഉള്ളൂ. ഓക്കെ, ഒരു ചെറിയ സമ്മാനം കൂടിയുണ്ട്. ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പ് നൽകുന്ന ഗിഫ്റ്റ് ഹാമ്പറും കൂടി. ഓക്കെ, ഇനി ചിരിച്ചേ. ഇത് നമ്മുടെ വിജയമാണ്. ഓക്കെ, ദൈവം നമുക്ക് എന്താണോ ആഗ്രഹിച്ചത് അത് തന്നു. ഇനി അങ്ങോട്ടേക്ക് നമ്മളെന്ന് പറയുന്നത് അടിച്ച് പൊളിക്കാൻ പോവാണ്. നല്ലൊരു മോനെയും കിട്ടി, നമ്മൾ കുടുംബക്കാരൊക്കെ അമ്മയുടെ കൂടെ ഉണ്ട്. നമുക്കപ്പൊ ടാറ്റ പറഞ്ഞ് പോവാം. അടുത്ത എപ്പിസോഡ് കാണാം. ഡാൻസ് കളിച്ച് വൈൻഡപ്പ് ചെയ്താലോ? പിന്നെ അല്ല, അപ്പൊ മ്യൂസിക് വരട്ടെ മക്കളെ. താങ്ക് യു സോ മച്ച്. ടാറ്റ, ഗുഡ് നൈറ്റ് മ്യൂസിക്.